Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Okay, good afternoon. Good afternoon. തുടങ്ങാം. അപ്പൊ നമുക്ക് കഴിഞ്ഞ ശനിയാഴ്ച ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ, വളരെ കുറച്ച് പേര് ക്ലാസ്സിൽ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ അന്നൊരു പുതിയൊരു ചാപ്റ്റർ നമ്മൾ ഗുഡ് ആഫ്റ്റർനൂൺ നമ്മൾ അന്ന് പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ലബോറട്ടറി സർവീസസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പം ഫസ്റ്റ് പേജ് ഉണ്ടല്ലോ, ആ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഗുഡ് ആഫ്റ്റർനൂൺ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു കേട്ടോ. അപ്പൊ ആ ക്ലാസ് മിസ്സായവര് റെക്കോർഡഡ് ക്ലാസ് കാണുക കേട്ടോ. ഓക്കെ, നമ്മള് പറഞ്ഞ കാര്യങ്ങൾ ഇത്രയൊക്കെയായിരുന്നു. ലബോറട്ടറി എന്താണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. പിന്നെ നമ്മുടെ ലബോറട്ടറിയുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പേഷ്യൻസിനും അതുപോലെ തന്നെ ഡോക്ടേഴ്സിനും അവരുടെ ചികിത്സയ്ക്ക് ആവശ്യമായിട്ട് ഏറ്റവും എക്സാക്ട് ആയിട്ടുള്ള റിസൾട്ട് കൊടുക്കുക എന്നുള്ളതാണ് ലബോറട്ടറിയുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞത് ലാബ് അവ ചെയ്യുന്ന ഫംഗ്ഷനെ ബേസ് ചെയ്തിട്ട് 5 നമ്മൾ ഡിവൈഡ് ചെയ്തിരുന്നു. ഓക്കെ, അതിനകത്ത് ഇതൊക്കെയായിരുന്നു ക്ലിനിക്കൽ പാത്തോളജി, ക്ലിനിക്കൽ മൈക്രോബയോളജി, ക്ലിനിക്കൽ ബയോകെമിസ്ട്രി, അതുപോലെ യൂറിനാലിസിസും പിന്നെന്താണ് ബ്ലഡ് ബാങ്ക്. ഇത്രയാണ് നമ്മൾ 5 അതിനെ ഡിവൈഡ് ചെയ്തത്. യൂറിനാലിസിസ് എളുപ്പമാണ്, ആ പേരിൽ തന്നെ മനസ്സിലാവും. അനാലിസിസ് ഓഫ് യൂറിൻ ആണ് കേട്ടോ, ടു മോണിറ്റർ ദ ഡിസീസ് ഓർ ഇൻഫെക്ഷൻസ്. അസുഖങ്ങൾ കണ്ടെത്താനായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? യൂറിനെ അനലൈസ് ചെയ്യാണ് അല്ലെ. അങ്ങനെ നമുക്ക് പല രോഗങ്ങളെ കണ്ടെത്താനായിട്ട് സാധിക്കും. പിന്നെ ബ്ലഡ് ബാങ്ക് ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. പിന്നെ ബാക്കി വരുന്ന 3 നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു കേട്ടോ. ഓരോന്നിന്റെ കീഴിൽ എന്തൊക്കെ വിഭാഗങ്ങളാണ് വരുന്നത് അതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. പിന്നെ നമ്മൾ തുടങ്ങി വെച്ചത് ഹൈറാർക്കിയാണ്. ഇത് 2 പോയിന്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. അതായത് ഒരു ലബോറട്ടറിയിലെ എന്താ പറയുക സ്റ്റാഫുകളുടെ ഒരു ഹൈറാർക്കിയൽ സ്ട്രക്ചർ ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിന് ഏറ്റവും ടോപ്പ് ലെവലിൽ ഇരിക്കുന്നത് ലബോറട്ടറി ഡയറക്ടർ ആണ് കേട്ടോ. ലാബ് ഡയറക്ടർ ആണ് ലബോറട്ടറി ഡയറക്ടർ. അപ്പൊ അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ പറഞ്ഞത് ഒന്നുകിൽ എന്താണ്, ഡോക്ടറൽ ഡിഗ്രി ആണ് കേട്ടോ. ഡോക്ടറൽ ഡിഗ്രി ദാറ്റ് മീൻസ് MD, ഡോക്ടർ ഓഫ് മെഡിസിൻ ആണ്. അതുമല്ലെങ്കിൽ PhD ഇൻ ഫാർമസി ഫാർമസിയിൽ, അതായത് ഈ പറയുന്ന മെഡിക്കൽ ലബോറട്ടറി സയൻസിന്റെ ഈ പറയുന്ന PhD സ്കോളർ ആയിട്ടുള്ള ആളുകളായിരിക്കും. ഇതിൽ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ആണ് അവർ പറയുന്നത്. ക്വാളിഫിക്കേഷനേക്കാൾ കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് അവരുടെ റെസ്പോൺസിബിലിറ്റിക്കാണ് കേട്ടോ. ലബോറട്ടറി ഡയറക്ടറുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഏറ്റവും ടോപ്പ് പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഒരു ലാബിന്റെ എല്ലാവിധ ലാബ് ഓപ്പറേഷൻസിനെ മാനേജ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും ആരാണ്? ലബോറട്ടറി ഡയറക്ടറാണ്. അതാണ് ഒന്നാമത്തെ റെസ്പോൺസിബിലിറ്റി. 2 നമ്മൾ പറഞ്ഞത് എൻഷുവേഴ്സ് ക്വാളിറ്റി പേഷ്യന്റ് കെയർ. അതായത് പേഷ്യന്റിന് ഏറ്റവും ക്വാളിറ്റി ഉള്ള കെയർ ഉറപ്പുവരുത്തുക എന്ന് പറഞ്ഞാല് പേഷ്യന്റിന് കൃത്യമായിട്ടുള്ള രോഗനിർണയം എന്താണ് അവർക്ക് അവൈലബിൾ ആക്കി കൊടുക്കുക അല്ലെ. അതായത് ഏറ്റവും അക്യുറേറ്റ് ആയിട്ട് അവർക്ക് റിസൾട്ട് കൊടുക്കുക അല്ലെ, ലാബ് റിസൾട്ട് കൊടുക്കുക. അപ്പോഴാണ് കറക്റ്റ് നമുക്ക് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അല്ലെ. പിന്നെന്താണ് എക്സ്പ്ലെയിൻ ടെസ്റ്റ് റിസൾട്ട് വിത്ത് കൺസൾട്ടിങ് പാത്തോളജിസ്റ്റ് കേട്ടോ. അവര് കൺസൾട്ട് ചെയ്യുന്ന അവര് നോക്കുന്ന ഡോക്ടറോട് അവരുടെ ലാബ് റിസൾട്ടുകൾ വിശദമാക്കി കൊടുക്കുക. ഇത്രയാണ് പറഞ്ഞത്. രണ്ടാമത്തത് ടെക്നിക്കൽ സൂപ്പർവൈസർ ആണ്. പേരിൽ തന്നെ ടെക്നിക്കൽ സൂപ്പർവൈസർ ആണ് എന്ന് പറഞ്ഞാല് ഒരു ലാബിന്റെ ടെക്നിക്കൽ ആൻഡ് സയന്റിഫിക് ഫംഗ്ഷൻസിന് മുഴുവൻ മേൽനോട്ടം വയ്ക്കുക. ലാബിന്റെ സാങ്കേതികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അല്ലെ, ധാരാളം സോഫ്റ്റ്വെയർ സംവിധാനങ്ങൾ മറ്റും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ എന്ത് ഫംഗ്ഷൻസുകൾ കൃത്യമായിട്ട് സൂപ്പർവൈസ് ചെയ്യാനുള്ള ഉത്തരവാദിത്തമാണ് ടെക്നിക്കൽ സൂപ്പർവൈസർ. ഇത്രയും വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ പിന്നെ എടുക്കാം. അപ്പൊ അങ്ങനെ മിസ്സായവര് റെക്കോർഡ് ക്ലാസ്സിലാണ് കേട്ടോ. ഞാൻ കൊടുത്താണ്. അടുത്ത ആളാണ് ജനറൽ സൂപ്പർവൈസർ കേട്ടോ. ജനറൽ സൂപ്പർവൈസർ അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം. ഒന്നുകിൽ മേ ബി ദ സെയിം പേഴ്സൺ ആസ് ദ ലാബ് ഡയറക്ടർ ഓർ ടെക്നിക്കൽ സൂപ്പർവൈസർ. നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ ലബോറട്ടറി ഡയറക്ടർക്കുള്ള യോഗ്യത അല്ലെങ്കിൽ ടെക്നിക്കൽ സൂപ്പർവൈസർക്കുള്ള യോഗ്യതയുള്ള വ്യക്തിയാവാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ഡോക്ടർ ഓഫ് മെഡിസിനോ അല്ലെങ്കിൽ ഈ പറയുന്ന ലബോറട്ടറി സയൻസിനകത്ത് PhD സ്കോളറോ ആയിരിക്കാം. അങ്ങനെ യോഗ്യത ഉള്ളവരാവാം. അതുമല്ലെങ്കിൽ എന്താണ് പറയുന്നത്,
Depending on the lab and experience, MLS or MT or MLT may qualify. Okay, ഇതിലെ MLS എന്ന് പറഞ്ഞാൽ എന്താണ്? മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റ് എന്നാണ് കേട്ടോ. മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റ്. അത് തന്നെയാണ് MT എന്ന് നമുക്ക് പറയാം, മെഡിക്കൽ ടെക്നോളജിസ്റ്റ് അതിനെ പറയാം കേട്ടോ. ഓക്കെ, മെഡിക്കൽ ലബോറട്ടറി സയൻസ് MLS എന്ന് പറഞ്ഞാലും MT എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ് കേട്ടോ. MLS എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റ്, അത് ആ കോഴ്സിനെ മെഡിക്കൽ ലബോറട്ടറി സയൻസ് എന്ന് പറയാം കേട്ടോ. MT എന്ന് പറയാറുണ്ട്, മെഡിക്കൽ ടെക്നോളജിസ്റ്റ് എന്ന് പറയാം. ആ ഒരു യോഗ്യത ഉണ്ടായിരിക്കണം. അതുമല്ലെങ്കിൽ ഓർ MLT. MLT എന്താണ്? മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ ആണ് കേട്ടോ. മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ. ഇതിൽ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകളായിരിക്കണം. ഒന്നുമില്ലെങ്കിൽ ലാബ് ഡയറക്ടറുടെയോ ടെക്നിക്കൽ സൂപ്പർവൈസറുടെയോ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളോ, അതുമല്ലെങ്കിൽ MLS ഓർ MT ക്വാളിഫിക്കേഷൻ, അതുമല്ലെങ്കിൽ MLT ക്വാളിഫിക്കേഷൻ ആണ് വേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് ഒരു സംശയമാണ്, ഈ MLS എന്ന് പറയുന്നതും MLT എന്ന് പറയുന്നതും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നുള്ളതാണ്. വ്യത്യാസമുണ്ട്. രണ്ടുപേരുടെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റിയിൽ വ്യത്യാസമുണ്ട്. MLS തന്നെയാണ് MT എന്ന് പറയുന്നത്. MLS-കാരായാലും MLT-കാരായാലും രണ്ടു കൂട്ടരും ചെയ്യുന്നത് ലാബിലെ പ്രവർത്തനങ്ങൾ തന്നെ, ലാബ് ടെസ്റ്റും കാര്യങ്ങളും തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ MLS എന്ന് പറയുമ്പോൾ കുറെ കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷനും ട്രെയിനിങ്ങും കിട്ടിയിട്ടുള്ളവരാണ് MLS എന്ന് പറയുന്നത്, മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റ്. എന്നുവെച്ചാൽ ആ ഒരു കുറച്ചും കൂടെ MLT-കാരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറെ കൂടെ ഹയർ ക്വാളിഫിക്കേഷൻ, ഹയർ എഡ്യൂക്കേഷനും ക്വാളിഫിക്കേഷനും ഉള്ള ആളുകളാണ് MLS എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അവര് പൊതുവെ ലാബില് കുറെ കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടെസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെയുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടെസ്റ്റുകള്, ക്വാളിറ്റി കൺട്രോള്, അങ്ങനെയുള്ള അതിന്റെയൊക്കെ അനാലിസിസ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് MLS-കാര് പൊതുവെ ചെയ്യുന്നത്. MLT എന്ന് പറയുമ്പോൾ എന്താണ്, MLS-ന്റെ അത്ര ക്വാളിഫിക്കേഷൻ അവർക്ക് വേണ്ട. ഒന്നില്ലെങ്കിൽ ബാച്ചിലർ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ മതി അവർക്ക്. അതേസമയം MLS എന്ന് പറയുമ്പോൾ ബാച്ചിലർ ഡിഗ്രിയോ അല്ലെങ്കിൽ കുറെ കൂടെ അഡ്വാൻസ്ഡ് ക്വാളിഫിക്കേഷനോ ആണ് വേണ്ടത്. ഓക്കെ, MLS-ന് കേട്ടോ. MLT എന്ന് പറയുമ്പോൾ അവർക്ക് എന്താണ്, ഒന്നില്ലെങ്കിൽ ഡിഗ്രി ഓർ ഡിപ്ലോമ ഇൻ ലബോറട്ടറി സയൻസ്, ആ യോഗ്യത ഉള്ളവരാണ്. അവരാണ് പൊതുവെ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ലാബിലെ ഒട്ടുമിക്ക ലാബ് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നത്, ലാബ് ടെസ്റ്റുകൾ ചെയ്യുന്നത് MLT-കാരാണ്. MLS-ഉം ചെയ്യും, പക്ഷെ MLS കുറെ കൂടെ ക്വാളിഫൈ, എന്താ പറയാ, കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റുകളാണ്, കുറെ കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ MLT-കാരാണ് സാധാരണ ലാബ് ടെസ്റ്റുകൾ ചെയ്യുന്നത്. അതും ആരുടെ ഗൈഡൻസില്, ഈ അവരുടെ മുകളിലുള്ള MLS-ന്റെ ഗൈഡൻസിലൂടെ. അവർക്ക് കുറച്ചുകൂടി ക്വാളിഫൈഡ് ആണ്, അപ്പൊ അവരുടെ ഗൈഡൻസില് ലാബ് ടെസ്റ്റുകൾ മറ്റും ചെയ്യുന്നത് MLT-കാരാണ് കേട്ടോ. അതൊന്ന് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ഇനി എന്താണ് ജനറൽ സൂപ്പർവൈസറുടെ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് നോക്കുക. പ്രൊവൈഡ്സ് സൂപ്പർവിഷൻ ഓഫ് ഡേ ടു ഡേ ഫങ്ഷൻസ് ഓഫ് ദ ലാബ്. അതായത് ഒരു ലാബിലെ ദൈനംദിന പ്രവർത്തനങ്ങൾ കേട്ടോ, ഡേ ടു ഡേ ഫങ്ഷൻസിന് മുഴുവൻ മേൽനോട്ടം വഹിക്കുന്ന വ്യക്തിയാണ് ജനറൽ സൂപ്പർവൈസർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ടെക്നിക്കൽ സൂപ്പർവൈസർ എന്ന് പറയുമ്പോൾ സയന്റിഫിക് ആൻഡ് ടെക്നിക്കൽ ഫങ്ഷൻസ് ഓഫ് ദ ലാബാണ് സൂപ്പർവൈസ് ചെയ്യുന്നത്. ജനറൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് എല്ലാം പെടുന്നുണ്ട്. ഒരു ലാബിനകത്ത് ഡേ ടു ഡേ ഫങ്ഷൻസ് മുഴുവൻ സൂപ്പർവൈസ് ചെയ്യുന്നത് ആരാണ്? ജനറൽ സൂപ്പർവൈസർ ആണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് വരുന്നതാണ് MLT. നമ്മളിപ്പോ പറഞ്ഞ MLT ആണ് കേട്ടോ, മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ. അതിന്റെ ഫുൾ ഫോം ഒന്ന് പഠിച്ചു വെക്കാം. MLT-യുടെ ഫുൾ ഫോം എന്താണ്? മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ എന്നാണ് കേട്ടോ. ഓക്കെ, എന്താണ് അവരുടെ ക്വാളിഫിക്കേഷൻ പറയുന്നത്? അസോസിയേറ്റ് ഡിഗ്രി and completion of accredited MLT or certificate program licensure or certification may be required by the employees. ചുരുക്കി പറഞ്ഞ എന്താണ്, അതിന് ഈ ഡിഗ്രിയാണ്, അതോ അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ലബോറട്ടറി സയൻസ് അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഡിഗ്രി ഓർ ഡിപ്ലോമയാണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത്. ഡിഗ്രി ഇൻ ഫാർമസിയോ, ഫാർമസി അല്ല, ലബോറട്ടറി സയൻസോ, അതല്ലെങ്കിൽ എന്താണ്, ഡിപ്ലോമ ഇൻ ലബോറട്ടറി സയൻസ്. ഇതിൽ ഏതെങ്കിലും ഒരു യോഗ്യതയാണ് അവർ പറയുന്നത് കേട്ടോ. ഓക്കെ, സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ലൈസൻഷ്യർ എന്ന് പറഞ്ഞ ഡിപ്ലോമ കോഴ്സ് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതോ അല്ലെങ്കിൽ ഡിഗ്രി, ഇതിലേതെങ്കിലും ഒന്ന് കേട്ടോ. എന്താണ് അവരുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാല്? പെർഫോംസ് customary test and quality control all test under the supervision of MLS or MT. Customary എന്ന് പറഞ്ഞാൽ എന്താണ്? പതിവ് പരിശോധനകളാണ് കേട്ടോ. പതിവ് പരിശോധന സാധാരണ ഒരു ലാബിൽ നടക്കുന്ന മിക്ക ടെസ്റ്റുകളും ആരാണ് ചെയ്യുന്നത്? MLT-കാരാണ് ചെയ്യുന്നത്.
അപ്പൊ അതാണ് പറയുന്നത് പെർഫോംസ് കസ്റ്റമറി ടെസ്റ്റ് പതിവ് പരിശോധനകൾ നടത്താം ആൻഡ് ക്വാളിറ്റി കൺട്രോൾ ഓൺ ടെസ്റ്റ് അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് MLS or MD. അതുപോലെ തന്നെ ടെസ്റ്റുകളുടെ ക്വാളിറ്റി കൺട്രോൾ ആരുടെ ഗൈഡൻസില് അവരുടെ മുമ്പില് എന്ന് വെച്ചാൽ അവരുടെ തൊട്ട് ഹയർ ആയിട്ട് ഇരിക്കുന്ന നേരത്തെ പറഞ്ഞ MLS ഉണ്ടല്ലോ ആ MLS-കാരുടെ ഗൈഡൻസില് അല്ലെങ്കിൽ അവരുടെ സൂപ്പർവിഷനില് ടെസ്റ്റുകളുടെ ക്വാളിറ്റി കൺട്രോൾ നടത്തുന്നതും പതിവ് പരിശോധനകളൊക്കെ കണ്ടക്ട് ചെയ്യുന്നത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ് MFTയുടെ റെസ്പോൺസിബിലിറ്റിയാണ് കേട്ടോ. ഇനി ഏറ്റവും താഴോട്ട് വന്നു കഴിഞ്ഞാല് ഏറ്റവും താഴെയുള്ള സ്ട്രക്ചറിൽ വരുന്നത് ഹൈറാർക്കി സ്ട്രക്ചറിൽ വരുന്നത് ഫിലബോട്ടോമിസ്റ്റ് ആണ്. ആരാണ്? ഫിലബോട്ടോമിസ്റ്റ് അഥവാ PBT. ഇപ്പൊ PBTയുടെ ഫുൾ ഫോം ഒന്ന് പഠിച്ചു വെക്കാം കേട്ടോ. ഫിലബോട്ടോമിസ്റ്റ്. ഫിലബോട്ടോമിസ്റ്റിന്റെ യോഗ്യത എന്താണെന്ന് അറിയാമോ? ഹൈസ്കൂൾ ഡിഗ്രി ആൻഡ് ട്രെയിനിങ് ഓർ വർക്ക് എക്സ്പീരിയൻസ്. എന്നുവെച്ചാൽ ഹൈസ്കൂൾ വിദ്യാഭ്യാസവും പിന്നെ നമ്മള് ഇന്നിപ്പോ +2 എന്നൊക്കെ പറയില്ല, അന്നത്തെ ഡിഗ്രിയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ക്വാളിഫിക്കേഷൻ ഹയർ സെക്കൻഡറി ഉള്ള വിദ്യാഭ്യാസം മതിയാവും കേട്ടോ. ഓക്കെ, അപ്പൊ അവരുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് gathers blood samples from patients for the lab test. ലാബ് പരിശോധനകൾക്കായിട്ട് പേഷ്യൻസിൽ നിന്നും ഈ പറയുന്ന ബ്ലഡ് സാമ്പിളുകൾ കളക്ട് ചെയ്യുന്നത് ആരാണ്? ഫിലബോട്ടോമിസ്റ്റ് ആണ്. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പൊ ഫിലബോട്ടോമിസ്റ്റിന്റെ റെസ്പോൺസിബിലിറ്റി എന്താണ്? ലാബ് ടെസ്റ്റുകൾക്ക് ആവശ്യമായിട്ടുള്ള പേഷ്യൻസിന്റെ ബ്ലഡ് സാമ്പിളുകൾ കളക്ട് ചെയ്യുന്നത് ആരാണ്? ഫിലബോട്ടോമിസ്റ്റ് ആണ്. ഇത്രയാണ് നമുക്ക് ആ ഒരു എന്താ പറയുക ലാബുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഹൈറാർക്കിയൽ സ്ട്രക്ചർ ഓഫ് സ്റ്റാഫിംഗ് ആണ് അവിടെ കണ്ടത്. ഏറ്റവും ടോപ്പ് പൊസിഷനിൽ ഇരിക്കുന്നത് ലാബ് ഡയറക്ടർ ആണ്. അപ്പൊ അതിന് ഏറ്റവും ടോപ്പ് മോസ്റ്റ് പൊസിഷൻ ആണല്ലോ. ആ ലാബിലെ എല്ലാ എന്താ പറയുക ഫങ്ഷൻസിനെ മാനേജ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും അദ്ദേഹമാണ്. അതുപോലെ തന്നെ പേഷ്യന്റിന് വേണ്ട ക്വാളിറ്റി കെയർ ഉറപ്പുവരുത്തുന്ന ഒരു ലാബ് ഡയറക്ടർ ആണ്. പേഷ്യന്റിന്റെ വിവരങ്ങള് അത് അവരുടെ കൺസൾട്ടിംഗ് ഡോക്ടറുമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കുന്നതും ലബോറട്ടറി ഡയറക്ടർ ആണ്. ഓക്കെ, പിന്നെ രണ്ട് നമ്മൾ പറഞ്ഞത് ടെക്നിക്കൽ സൂപ്പർവൈസർ ആണ്. പേരിൽ തന്നെ കിടക്കുന്നത് ടെക്നിക്കൽ സൈഡ് നോക്കുന്നത് ഈ വ്യക്തിയാണ്. അതായത് ആ ഒരു ലാബിന്റെ സയന്റിഫിക് ആൻഡ് ടെക്നിക്കൽ ഫംഗ്ഷൻസിനെ സൂപ്പർവൈസ് ചെയ്യുന്ന ടെക്നിക്കൽ സൂപ്പർവൈസറും ജനറൽ സൂപ്പർവൈസർ എന്ന് പറഞ്ഞാൽ ഒരു ലാബിന്റെ ദൈനംദിന പ്രവർത്തനങ്ങള് ഡേ ടു ഡേ ഫംഗ്ഷൻസിനെല്ലാം തന്നെ സൂപ്പർവൈസ് ചെയ്യുന്നത് ജനറൽ സൂപ്പർവൈസർ ആണ്. MLT മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ അവരെന്താ ചെയ്യുന്നത്? ഒരു ലാബിലെ കസ്റ്റമറി ടെസ്റ്റുകൾ അല്ലെ പതിവ് പരിശോധനകൾ നടത്തുന്നത് ആരുടെ ഗൈഡൻസിലാണ്? MLS-ന്റെ ഗൈഡൻസിലാണ്. ഫിലബോട്ടോമിസ്റ്റിന്റെ ഉത്തരവാദിത്തം എന്താണ്? ഈ പറയുന്ന ലാബ് ടെസ്റ്റുകൾക്ക് ആവശ്യമായിട്ട് പേഷ്യൻസിൽ നിന്നും ബ്ലഡ് സാമ്പിളുകൾ കളക്ട് ചെയ്യുന്നത് ആരാണ്? ഫിലബോട്ടോമിസ്റ്റ് ആണ്. ഇത്രയും നിങ്ങൾ മെയിൻ ആയിട്ട് റെസ്പോൺസിബിലിറ്റി ഫോക്കസ് ചെയ്ത് പഠിക്കാം കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? മനസ്സിലായല്ലോ? നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഇൻഫ്രാസ്ട്രക്ചർ ആണ് കേട്ടോ. ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? അടിസ്ഥാന സൗകര്യങ്ങളാണ് അല്ലെ. ഒരു ലാബിന് ഉണ്ടായിരിക്കേണ്ട ഫെസിലിറ്റികൾ എന്തൊക്കെയാണ്? ഓക്കെ, ഒരു ലാബിന് വേണ്ടത് കേട്ടോ. അത് നോക്കാം നമുക്ക്. ഇൻഫ്രാസ്ട്രക്ചർ ഓഫ് ദ ലബോറട്ടറി changes with the needs of the clinical research or service provided by the laboratory, but the basic needs should meet the regulatory and international standards. അതായത് നമുക്കിപ്പോ ഒരു ലാബിന് വേണ്ട സൗകര്യങ്ങള് ഫെസിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊരു ഓരോ ലാബിനനുസരിച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും. ഇപ്പൊ നമ്മൾ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു ചെറിയ ലാബുകൾ തൊട്ട് വലിയ ലാബുകൾ വരെയുണ്ട് അല്ലെ. ചെറിയ ലാബുകളാകുമ്പോൾ അവിടെ എന്തായിരിക്കും? ചെറിയ ചെറിയ ടെസ്റ്റുകൾ മാത്രമേ ചെയ്യുന്നുണ്ടാവുള്ളൂ. അപ്പൊ അതിനനുസരിച്ചുള്ള സൗകര്യങ്ങളും റിസോഴ്സസ് അല്ലേ അവിടെ ഉണ്ടാവുള്ളൂ. അതേസമയം കുറെ കൂടെ ഒരു പോളിക്ലിനിക് പോലെയുള്ള ലബോറട്ടറികളൊക്കെ ആവുമ്പോൾ അവിടെ ഒരുപാട് ടെസ്റ്റുകൾ ചെയ്യുന്നുണ്ടോ. അപ്പൊ അതിനനുസരിച്ച് കൊണ്ട് ഒരുപാട് ഫെസിലിറ്റികൾ നമുക്ക് ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് ഒരു എന്താ പറയാ ലാബിനനുസരിച്ച് അവർ കൊടുക്കുന്ന സേവനങ്ങള് അല്ലെങ്കിൽ അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾക്ക് അനുസരിച്ച് ആ ലാബിന്റെ ഫെസിലിറ്റികളിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പം ഇവിടെ പക്ഷെ എന്താണ് ബേസിക് നീഡ്സ്, അതായത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി എന്ന് പറയുന്നത് അതെന്തായിരിക്കും? അത് റെഗുലേറ്ററി ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡുകൾ അനുസൃതമായിരിക്കും. എന്ന് വെച്ചാൽ ഒരു ലാബിന് ഉണ്ടായിരിക്കേണ്ട ബേസിക് ഫെസിലിറ്റി എന്ന് പറയുന്നത് അത് കൃത്യമായിട്ടുള്ള റെഗുലേഷൻസ് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡുകളുടെ അനുസരിച്ചിട്ടുണ്ടായിരിക്കും.
ബേസിക് നീഡ്സ് ബേസിക് ഫെസിലിറ്റി ആണെങ്കിൽ പോലും അതിനൊരു കൃത്യമായ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കും. അതാണ് പറഞ്ഞത്. റെഗുലേറ്ററി ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡുകൾ ഉണ്ട്. ലാബിന് മസ്റ്റായിട്ടും ഉണ്ടായിരിക്കേണ്ട ചില സ്റ്റാൻഡേർഡുകളുണ്ട്. ആ സ്റ്റാൻഡേർഡുകൾക്ക് അനുസരിച്ചുകൊണ്ടായിരിക്കും അതിന്റെ ബേസിക് ഫെസിലിറ്റികൾ ഉണ്ടായിരിക്കുക. ചെറിയ ലാബ് ആണെങ്കിലും ബേസിക് ഫെസിലിറ്റികൾ ഇതിനനുസരിച്ചിട്ടായിരിക്കും റെഗുലേറ്ററി ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിന് അനുസരിച്ചിട്ടായിരിക്കും. അത് വേറെ കാര്യമൊന്നുമില്ല, ജസ്റ്റ് പറഞ്ഞത് മാത്രം. അടുത്തത് ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, അത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. എന്താണ് പറയുന്നത്? ഇൻഫ്രാസ്ട്രക്ചർ ഓഫ് എ ലബോറട്ടറി ദാറ്റ് ഡയറക്ട്ലി അഫക്ട്സ്. ഇതിലേക്ക് ഡയറക്റ്റ് ആയിട്ട് അഫക്ട് ചെയ്യുന്നുണ്ട്. ഒന്ന്, ക്വാളിറ്റി ഓഫ് ദ റിസർച്ച് ഡാറ്റ. രണ്ടെന്താണ്? എഫിഷ്യൻസി. മൂന്നാമത്തെ, സേഫ്റ്റി ഓഫ് ലബോറട്ടറി വർക്കേഴ്സ്. ഇവിടെ പറയാണ് ഇൻഫ്രാസ്ട്രക്ചർ ഓഫ് എ ലബോറട്ടറി ദാറ്റ് ഡയറക്ട്ലി അഫക്ട്സ് the quality of research data, efficiency and safety of the laboratory workers. അതായത് ഒരു ലാബിന്റെ ഇൻഫ്രാസ്ട്രക്ചർ, അവിടുത്തെ സൗകര്യങ്ങള്, ഫെസിലിറ്റികള്, അത് എന്തിനെയൊക്കെ എഫക്ട് ചെയ്യുന്നുണ്ട്? നമുക്ക് തന്നെ ആലോചിച്ചാൽ അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലെ. എന്തിനെയൊക്കെ എഫക്ട് ചെയ്യും? ഒന്ന്, ക്വാളിറ്റി ഓഫ് റിസർച്ച് ഡാറ്റ. അതിൽ കൊടുക്കുന്ന ഡാറ്റയുടെ ക്വാളിറ്റിനെ എഫക്ട് ചെയ്യില്ലേ? ഇപ്പൊ അത്യാവശ്യം നല്ല സൗകര്യങ്ങളും നല്ല എക്യുപ്മെന്റ്സുകളും നല്ല ഇൻസ്ട്രുമെന്റ്സും ഒക്കെ ഉള്ള ഒരു ലാബ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ നിന്ന് വരുന്ന ഡാറ്റയ്ക്ക് അതിൻ്റെതായ ക്വാളിറ്റി ഉണ്ടായിരിക്കും അല്ലെ. അത്യാവശ്യം നല്ലോണം ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ടുകളും ഡാറ്റയും ഒക്കെ ആയിരിക്കും അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പൊ അതിനെ എഫക്ട് ചെയ്യില്ലേ? ക്വാളിറ്റി ഓഫ് റിസർച്ച് ഡാറ്റനെ എഫക്ട് ചെയ്യും. പിന്നെ എന്താണ്? എഫിഷ്യൻസി, കാര്യക്ഷമത അല്ലെ. ആ ഒരു എന്താ പറയാ, ലാബിന്റെ ആ ഒരു പ്രവർത്തനം, അതിന്റെ എഫിഷ്യൻസിനെ അത് നേരിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. പിന്നെ എന്തിനെ എഫക്ട് ചെയ്യും? സേഫ്റ്റി ഓഫ് ലബോറട്ടറി വർക്കേഴ്സ് അല്ലെ. ആ ലാബിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ അല്ലെ, അവരുടെ സേഫ്റ്റിനെ എഫക്ട് ചെയ്യില്ലേ? ഇപ്പൊ ഒട്ടും സൗകര്യങ്ങളില്ലാത്ത വളരെ മോശമായിട്ടുള്ള ഒരു ഫെസിലിറ്റി ഉള്ളൊരു ലാബ് ആണെങ്കിൽ അവിടെ വർക്കേഴ്സിന്റെ അവർക്ക് സേഫ്റ്റി കുറവായിരിക്കും അല്ലെ, അവർക്ക് സുരക്ഷിതത്വം കുറവായിരിക്കും. അതേസമയം അത്യാവശ്യം നല്ല സൗകര്യങ്ങളാകുമ്പോൾ അതിനനുസരിച്ച് അവിടുത്തെ വർക്കേഴ്സിനും സേഫ്റ്റി നമുക്ക് ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് തന്നെ ആലോചിച്ചാൽ അറിയാലോ, ഒരു ലബോറട്ടറിയുടെ ഇൻഫ്രാസ്ട്രക്ചർ എന്തിനേക്ക് സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ, എന്തിനേക്ക് അഫക്ട് ചെയ്യുന്നുണ്ട്? ഒന്ന്, ക്വാളിറ്റി ഓഫ് ഡാറ്റ, അതുപോലെ എഫിഷ്യൻസി, ദെൻ സേഫ്റ്റി ഓഫ് ദ ലബോറട്ടറി വർക്കേഴ്സ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. അടുത്ത നോക്കിയേ, the management of the laboratory is responsible for providing sufficient resources to staff to guarantee efficient working of a laboratory. അല്ലെ, അതായത് ഒരു ലബോറട്ടറിയുടെ ഏറ്റവും എന്താ പറയുക, കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനത്തിന് അവിടുത്തെ സ്റ്റാഫുകൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ റിസോഴ്സുകളും കൊടുക്കാൻ ഉത്തരവാദിത്തം ആർക്കാണ്? ലബോറട്ടറി മാനേജ്മെന്റിനാണ് അല്ലെ. ആ ലാബ് മാനേജ്മെന്റ് ആണ് അവിടുത്തെ സ്റ്റാഫുകൾക്ക് വേണ്ട റിസോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യണം. ഏറ്റവും നല്ല റിസോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അത്രയും എഫിഷ്യന്റ് ആയിട്ട് ആ ലബോറട്ടറിക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. വേറെ പോയിന്റുകളൊന്നും അതിനകത്ത് പറയുന്നില്ല കേട്ടോ. ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഓരോന്നിനനുസരിച്ച് വ്യത്യാസമുണ്ട്, മനസ്സിലാക്കി വയ്ക്കുക. റിസോഴ്സുകൾക്ക് വ്യത്യാസം ഉണ്ടായിരിക്കും, ലാബിന്റെ കോംപ്ലക്സിറ്റി സൈസിനനുസരിച്ചൊക്കെ ഡിഫറെന്റ് ആയിരിക്കും. ഇനി അടുത്തത് പറയുന്നത്, ഗുഡ് ലബോറട്ടറി ഡിസൈൻ ഷുഡ് എക്സാമിൻ ദ ഫോളോയിങ്. ഇതാണ് പറയുന്നത്, ഗുഡ് ലബോറട്ടറി ഡിസൈൻ ഷുഡ് എക്സാമിൻ ദ ഫോളോയിങ്. ശരിക്കും പറഞ്ഞാല് ഒരു നല്ല ലാബിന് ഉണ്ടായിരിക്കേണ്ട സൗകര്യങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഒരു നല്ല ലബോറട്ടറിയുടെ ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ ഫെസിലിറ്റികൾ എന്തൊക്കെയായിരിക്കണം, എങ്ങനെയൊക്കെ ആയിരിക്കണം, അതിനെ പറ്റിയിട്ടാണ് അവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അത് ഓരോ പോയിന്റുകൾ മനസ്സിലാക്കി വെക്കാൻ എളുപ്പമാണ്. ഫസ്റ്റ് വൺ എന്താണ്? സൈനേജ് അല്ലെ. സൈനേജ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഈ പറയുന്ന നെയിം ബോർഡുകള്, സിംബലുകള്, അതൊക്കെയാണ് സൈനേജ് എന്ന് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഈ ചാപ്റ്ററിനകത്ത് കുറച്ച് സൈനേജുകൾ പഠിക്കാനുണ്ട് കേട്ടോ. പിക്ചർ അടക്കം തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോ സൈനേജ് എന്ന് ഉദ്ദേശിക്കുന്ന വേറൊന്നുമല്ല, നെയിം ബോർഡുകള് അല്ലെ. നമ്മളിപ്പോ ലാബില് പോകുമ്പോ, ഇപ്പൊ പ്രത്യേകിച്ച് നമ്മള് ഹോസ്പിറ്റലിൽ പുറത്തൊക്കെയുള്ള ലാബുകളിലൊക്കെ പോകുവാണെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. ആ ലാബിന്റെ പുറത്ത് വലിയൊരു ബോർഡിൽ എഴുതിയിട്ടുണ്ടാവും, ലാബിന്റെ പേരുണ്ടായിരിക്കും, ആ ലാബിൽ എന്തൊക്കെ ടെസ്റ്റുകളാണ് ചെയ്യുന്നത് അല്ലെ, ഓരോ ടെസ്റ്റിനും എത്ര ഫീസാണ് അതിൽ ഈടാക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ലാബിന്റെ പുറത്ത് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരിക്കും. ഒരു നെയിം ബോർഡ്, ഒരു വലിയൊരു ബോർഡിനകത്ത് ഉണ്ടായിരിക്കും. നമുക്ക് കറക്റ്റ് അത് നോക്കി കാര്യങ്ങൾ എന്തൊക്കെ ടെസ്റ്റുകൾ അവിടെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. സൈനേജ് ഉണ്ടായിരിക്കണം കേട്ടോ. അതായത് സൈനേജ് വിത്തിൻ ഓർ ഔട്ട്സൈഡ് ദ ഫെസിലിറ്റി ദാറ്റ് ഷുഡ് ബി മെയ്ഡ് അവൈലബിൾ. അതായത് ലബോറട്ടറിക്ക് അകത്തും ലബോറട്ടറിക്ക് പുറത്തുമായിട്ട് ആപ്റ്റ് ആയിട്ടുള്ള സൈനേജ് ബോർഡുകൾ ഉണ്ടായിരിക്കണം. അതാണ് ഉദ്ദേശിക്കുന്നത്. നല്ല ലാബിന് വേണ്ട കാര്യങ്ങളാണ് ഈ പറയുന്നത് കേട്ടോ.
നോക്കാം എന്തൊക്കെയാണ് ആ ഒരു സൈനേജ് ബോർഡിൽ ഉണ്ടായിരിക്കേണ്ടത്. അതാണ് ദാറ്റ് കൺസിസ്റ്റ് ഓഫ് ദ ഫോളോയിങ് ഇൻഫർമേഷൻ. എന്തൊക്കെയാണ്? ഒന്ന് നെയിം അല്ലെ, ആ ലാബിന്റെ പേരുണ്ടായിരിക്കണം. അതുപോലെ രജിസ്ട്രേഷൻ നമ്പർ അല്ലെ, ആ ലബോറട്ടറിയുടെ രജിസ്ട്രേഷൻ നമ്പർ. അതുപോലെ സർവീസസ് ഓഫേർഡ്, എന്തൊക്കെ സേവനങ്ങളാണ് അവർ ഓഫർ ചെയ്യുന്നത് അല്ലെ, എന്തൊക്കെ ടെസ്റ്റുകളാണ് അവിടെ നടക്കുന്നത്. അതുപോലെ വർക്കിംഗ് അവേഴ്സ് അല്ലെ, ആ ഒരു ലാബിന്റെ പ്രവൃത്തി സമയം എത്ര സമയമാണ്. പിന്നെ കോണ്ടാക്ട് നമ്പർ, ആ ലാബിനെ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ. പിന്നെ ഫീസ് ഫോർ ഡിഫറെന്റ് ടെസ്റ്റ് ആൻഡ് സർവീസസ്, ഓരോ എന്താ പറയാ ടെസ്റ്റുകൾക്ക് സേവനങ്ങൾക്ക് ഒന്ന് പേജ് നമ്പർ മെൻഷൻ ചെയ്യാമോ? എന്തെങ്കിലും ബുക്കായിട്ടല്ല PDF ആയിട്ടാണ്, അതുകൊണ്ട് എനിക്ക് പേജ് നമ്പർ അറിയില്ല. ആരെങ്കിലും ഒന്ന് മെൻഷൻ ചെയ്ത് 18 ടാറിഫാന പറഞ്ഞിട്ടുണ്ട് 18. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ പറഞ്ഞേ? ഓരോ ടെസ്റ്റുകൾക്ക് അല്ലെങ്കിൽ സേവനങ്ങൾക്ക് ഈടാക്കുന്ന ഫീസ് എത്രയാണ്. ഇങ്ങനെയുള്ള വിവരങ്ങളാണ് നമ്മൾ ആ സൈനേജ് ബോർഡിനകത്ത് ഉൾപ്പെടുത്തേണ്ടത്. അങ്ങനെയുള്ള ബോർഡുകൾ ലാബിനകത്തും വേണം പുറത്തും ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് ഒന്നാമത്തെ കാര്യം. ഒരു നല്ല ലാബിന് എന്തുണ്ടായിരിക്കണം? അപ്പോ സൈനേജ് ബോർഡുകൾ ഉണ്ടായിരിക്കണം. അപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കാട്ടോ ഒരു സൈനേജ് ബോർഡുകൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുന്നത്. അതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ പുറത്തൊക്കെ ലാബിലൊക്കെ പോയിട്ടുള്ളവരാണ് അല്ലെ, നമുക്കറിയാം, നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. പിന്നെ എന്താണ്? എസെൻഷ്യൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി റെഗുലേഷൻസ്, അതായത് ഏറ്റവും അത്യാവശ്യം വേണ്ട ആരോഗ്യ സുരക്ഷാ മാർഗങ്ങള്, സുരക്ഷാ ചട്ടങ്ങള് എവിടെ ഉണ്ടായിരിക്കണം? ലാബിനകത്ത് ഉണ്ടായിരിക്കണം. എന്ന് പറഞ്ഞാല് യൂസ് സേഫ്റ്റി സൈനേജ് ആസ് അപ്ലിക്കബിൾ കേട്ടോ. ആവശ്യമായിട്ടുള്ള സ്ഥലങ്ങളിൽ സേഫ്റ്റി സൈനേജുകൾ ഉപയോഗിച്ചിരിക്കണം. അതൊക്കെയാണ് നിങ്ങൾക്ക് ഇനി പഠിക്കാനുള്ളത് കേട്ടോ. അതൊക്കെ ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് കണ്ടോ, ഇതൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കുന്ന സേഫ്റ്റി സൈനേജുകളാണ് കേട്ടോ ലാബിനകത്ത്. അപ്പൊ അത്തരത്തിലുള്ള സേഫ്റ്റി സൈനേജുകൾ ഒരു ലാബിനകത്ത് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം കേട്ടോ. എങ്കിൽ മാത്രമാണ് അത്തരം റൂമുകളിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടുത്തെ സ്റ്റാഫുകൾക്ക് അവരുടെ പ്രിക്കോഷൻ എടുത്തു പോകാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അതാണ് അതൊക്കെ നമ്മുടെ അത്യാവശ്യം വേണ്ട ആരോഗ്യ സുരക്ഷാ നടപടിക്രമങ്ങള്, റെഗുലേഷൻസ് ഒരു ലാബിനകത്ത് ഉണ്ടായിരിക്കണം. മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് എമർജൻസി പ്ലാൻസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻസ് ആണ്. എമർജൻസി പ്ലാൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഇപ്പം നമുക്കറിയാം ലാബിനകത്ത് എന്തെങ്കിലും ഒരു എമർജൻസി അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്, ഒരു തീപിടുത്തോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അപകടങ്ങളൊക്കെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട് അല്ലെ. അപ്പൊ അത്തരം സംഭവങ്ങളെയൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് പെട്ടെന്നൊക്കെ ആളുകൾ ഇവാക്യുവേറ്റ് ചെയ്യുന്നതിനായിട്ടുള്ള എമർജൻസി പ്ലാനുകളും ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാനുകളും എവിടെ ഉണ്ടായിരിക്കണം? ലാബിനകത്ത് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ എമർജൻസി പ്ലാൻസ് എന്ന് പറയുമ്പോൾ ഫയർ, കെമിക്കൽ സ്പില്ലേജ്, ഇപ്പൊ വാതക ചോർച്ചകളൊക്കെ സംഭവിക്കാം അല്ലെ. നമ്മൾ ധാരാളം കെമിക്കൽസും റിയേജൻസും ഒക്കെ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്, ലാബിനകത്ത് ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള വാതക ചോർച്ചകൾ വരാം, ലാബ് ആക്സിഡന്റ്സ് സംഭവിക്കാം അല്ലെ. എന്തെങ്കിലും വല്ല പൊട്ടിത്തെറിയോ അല്ലെങ്കിൽ വല്ല ഗ്ലാസ് വെസൽസ് വീണോടെയോ അതുമൂലം ആളുകൾക്ക് വല്ല മുറിവ് സംഭവിക്കോ, പരിക്ക് പറ്റോ, അങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള എമർജൻസി പ്ലാനുകൾ, പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഓവർകം ചെയ്യാനുള്ള എമർജൻസി പ്ലാനുകളും മറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാനുകളും എവിടെ ഉണ്ടായിരിക്കണം? ഒരു ലാബിനകത്ത് ഉണ്ടായിരിക്കണം. ഓക്കെ, പിന്നെന്താണ്? കോൺസ്റ്റന്റ് പവർ സപ്ലൈ കേട്ടോ. ഒരു എന്താ പറയാ സ്ഥിരമായിട്ടുള്ള ഒരു വൈദ്യുത പ്രവാഹം, ഒരു എന്താ പറയാ പവർ സപ്ലൈ, ഇലക്ട്രിസിറ്റി സപ്ലൈ ഒരു ലാബിനകത്ത് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. കാര്യം അറിയാമല്ലോ ലാബിനകത്ത് ഒരുപാട് എക്യുപ്മെന്റ്സുകള്, ഇൻസ്ട്രുമെന്റ്സുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അവിടെ എന്തായാലും ഒരു ഇലക്ട്രിസിറ്റി, കോൺസ്റ്റന്റ് ഇലക്ട്രിക് സപ്ലൈ അവിടെ ഉണ്ടായിരിക്കണം അല്ലെ. പിന്നെ വളരെ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെയാണ് ലാബിനകത്ത് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ കോൺസ്റ്റന്റ് പവർ സപ്ലൈ ഉണ്ടായിരിക്കണം. പിന്നെന്താണ്? വെന്റിലേഷൻ, എൻവിയോൺമെന്റ് കൺട്രോൾ ആൻഡ് ലൈറ്റിംഗ് അറേഞ്ച്മെന്റ്സ് കേട്ടോ. ആവശ്യത്തിന് വായു പ്രവാഹം ഉണ്ടായിരിക്കണം, വെന്റിലേഷൻ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ എൻവിയോൺമെന്റ് കൺട്രോൾ, ദാറ്റ് മീൻസ് ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി എക്സെട്ര. ഈ ലാബിനകത്തുള്ള ആ ഒരു എൻവിയോൺമെന്റ്, ആ ഒരു അറ്റ്മോസ്ഫിയർ എപ്പോഴും എന്തായിരിക്കണം? കൺട്രോൾഡ് ആയിരിക്കണം. ദാറ്റ് മീൻസ് ടെമ്പറേച്ചർ ആയിക്കോട്ടെ, ഹ്യൂമിഡിറ്റി ആയിക്കോട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലാബിനകത്ത് എന്തായിരിക്കണം? കൺട്രോൾഡ് ആയിരിക്കണം. പ്രത്യേകിച്ച് നമുക്കറിയാം ഒരു ലാബിനകത്ത് എന്ന് പറയുമ്പോൾ ഒരുപാട് ഇത്തരത്തിലുള്ള ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സ്പെസിമെൻസുകളൊക്കെയാണ് അവിടെ പരിശോധിക്കുന്നത് അല്ലെ. അപ്പൊ ഈ പറയുന്ന പോലെ എന്താണ് ഈ പാത്തോജൻസ്, രോഗാണുക്കൾ ഉള്ള ഐറ്റംസുകളാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ അവിടെ മൈക്രോ ഓർഗാനിസംസിന്റെ ട്രാൻസ്മിഷൻ ഒക്കെ നടക്കാനുള്ള ചാൻസ് ഒക്കെ വളരെ കൂടുതലാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് എപ്പോഴും അതിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പാകത്തില്
കൃത്യമായിട്ടുള്ള ഒരു എന്താ പറയാ ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി കൺട്രോൾ ഒക്കെ എവിടെ ഉണ്ടായിരിക്കണം, ഒരു ലാബിനകത്ത് ഉണ്ടായിരിക്കണം. ആൻഡ് ലൈറ്റിംഗ് അറേഞ്ച്മെന്റ്സ്, അത്യാവശ്യത്തിന് വെളിച്ചവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. കാര്യം ഞാൻ പറഞ്ഞല്ലോ, മൈക്രോസ്കോപ്പിക് വളരെ ചെറിയ മൈന്യൂട്ട് ടെസ്റ്റുകളൊക്കെയാണ് അവിടെ നടക്കുന്നത്. സോ ലൈറ്റിംഗ് അറേഞ്ച്മെന്റ്സും കാര്യങ്ങളും ഉണ്ടായിരിക്കണം. അടുത്തത് എന്താണ്? കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി വിത്ത് റെഫറൽ സെന്റേഴ്സ്. റെഫറൽ സെന്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് വൺ ടെസ്റ്റ് ദാറ്റ് റെഫേഴ്സ് അനദർ ടെസ്റ്റ്, സോറി അനദർ ലാബ് ഫോർ ടെസ്റ്റിംഗ്. അതായത് ചില ലാബുകളില് സ്പെസിമെൻസ് മാത്രമേ കളക്ട് ചെയ്യൂ. അവിടെ ടെസ്റ്റിംഗ് നടത്താനുള്ള സൗകര്യങ്ങളോ റിസോഴ്സസോ ഒന്നും ചിലപ്പോൾ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇവര് എന്ത് ചെയ്യുന്നറിയോ, ഈ പറയുന്ന സാമ്പിൾ കളക്ട് ചെയ്തിട്ട് ചിലപ്പോൾ അതിന്റെ ഹെഡ് ഓഫീസിലേക്കോ അതിന് മറ്റേതെങ്കിലും ടെസ്റ്റുകൾ നടത്തുന്ന ഇവരുടെ തന്നെ മറ്റു ലാബുകളിലേക്ക് ആ സ്പെസിമെൻസിന് എന്ത് ചെയ്യും? കൊടുത്തുവിടും. അവിടെ ആയിരിക്കും പരിശോധനകൾ നടത്തുന്നത്. റിസൾട്ട് ഒരു പക്ഷെ കൊടുക്കുന്നത് ഈ ലാബിലായിരിക്കും. സ്പെസിമെൻസ് കളക്ട് ചെയ്യുന്നതും റിസൾട്ടൊക്കെ കൊടുക്കുന്നത് ഈ ചെറിയ ലാബിലായിരിക്കും. പക്ഷെ പരിശോധനകൾ നടത്തുന്നത് ഇവരുടെ വല്ല ഹെഡ് ഓഫീസ് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ. കാരണം അവിടെ സാമ്പിൾ മാത്രമേ കളക്ട് ചെയ്യുന്നുണ്ടാവുള്ളൂ. ടെസ്റ്റിംഗ് നടത്താനുള്ള സൗകര്യങ്ങൾ ഒരു പക്ഷെ ആ ലാബിനകത്ത് ഉണ്ടായിരിക്കണമെന്നില്ല. അപ്പൊ ഇവർ സ്പെസിമെൻസ് കളക്ട് ചെയ്തിട്ട് ടെസ്റ്റിംഗ് നടത്തുന്ന മറ്റ് ലാബുകളിലേക്ക് അതിനെ എന്ത് ചെയ്യുന്നു? സെൻഡ് ചെയ്യുന്നു. അതാണ് റെഫറൽ സെന്റർ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് വൺ ലാബ് ദാറ്റ് റെഫേഴ്സ് അനദർ ലാബ് ഫോർ ദ ടെസ്റ്റിംഗ്. കേട്ടോ, അതാണ് അവരെയാണ് നമ്മൾ അവർ കൊടുത്തുവിടില്ലേ വലിയ ടെസ്റ്റുകൾ ചെയ്യുന്ന മെയിൻ ലാബുകൾ. അതാണ് റെഫറൽ സെന്റർ എന്ന് പറയുന്നത്. അപ്പോ ഇവര് പറഞ്ഞു കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി വിത്ത് റെഫറൽ സെന്റേഴ്സ്. അപ്പൊ അത്തരത്തില് റെഫറൽ സെന്റേഴ്സുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണം. അല്ലെ, അവരുമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. അല്ലെ, കാര്യം ഇവിടെ നിന്ന് സാമ്പിൾ കളക്ട് ചെയ്യുന്നു, അങ്ങോട്ടേക്ക് കൊടുത്തുവിടാണ്. അപ്പൊ ആ ഒരു റെഫറൽ സെന്ററും നിലവിലുള്ള ലാബും തമ്മിൽ എന്താണ് ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി ഉണ്ടായിരിക്കണം. ഓക്കെ, പിന്നെ എന്താണ്? ട്രാൻസ്പോർട്ട് ഓഫ് സ്പെസിമെൻ ഓർ സാമ്പിൾസ് ടു റെഫറൽ സെന്റേഴ്സ്. അതുപോലെ ഇത്തരം റെഫറൽ സെന്റേഴ്സിലേക്ക് സാമ്പിളുകളെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിനുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റികളും എവിടെ ഉണ്ടായിരിക്കണം? ലാബില് ഉണ്ടായിരിക്കണം. ഇവിടുത്തെ സ്പെസിമെൻ കളക്ട് ചെയ്തത് കൊണ്ട് പോകണം. അല്ലെ, അതിനായിട്ടുള്ള വാഹന സൗകര്യങ്ങളോ അല്ലെങ്കിൽ ഇപ്പൊ ആളുകൾ വഴിയായിട്ടാണ് അങ്ങനെ ആ രീതിയിലുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റികൾ റെഫറൽ സെന്ററുമായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റികളും കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റികളും ഉണ്ടായിരിക്കണം. ഓക്കെ, പിന്നെന്താ പറയുന്നത്? ലാബ് ഏരിയാസ് ദാറ്റ് കണ്ടെയ്ൻ കാർസിനോജൻസ്, റേഡിയോ ഐസോടോപ്സ്, ബയോഹസാർഡ്സ് ആൻഡ് ലേസേഴ്സ് ഷുഡ് ബി കറക്റ്റ്ലി മാർക്ക്ഡ് വിത്ത് ദ പ്രോപ്പർ വാർണിംഗ് സൈൻസ്. അതായത് നമ്മുടെ ലാബ് ഏരിയാസ് ദാറ്റ് കണ്ടെയ്ൻ കാർസിനോജൻ. ഒന്ന് അറിഞ്ഞിരിക്കുക, എന്താണ് കാർസിനോജൻ എന്ന് പറഞ്ഞാല്? ദ ഏജൻസ് ദാറ്റ് പ്രൊമോട്ടിംഗ് ക്യാൻസർ. അതാണ് കാർസിനോജൻ. മറന്നു പോകരുത്. കാർസിനോജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദ ഏജൻസ് ദാറ്റ് പ്രൊമോട്ടിംഗ് ക്യാൻസർ. കേട്ടോ, ക്യാൻസറിന് കാരണമായേക്കാവുന്ന ഏജൻസുകള്, അവരെയാണ് നമ്മൾ കാർസിനോജൻ എന്ന് പറയുന്നത്. അതാണ് ദ ഏജൻസ് ദാറ്റ് പ്രൊമോട്ടിംഗ് ക്യാൻസർ. ഓക്കെ, ക്യാൻസറിന് കാരണമാകുന്ന എന്താ പറയാ പ്രൊമോട്ട് ചെയ്യുന്ന ഏജൻസിനെയാണ് നമ്മള് കാർസിനോജൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള കാർസിനോജൻസ് പിന്നെന്താണ്? റേഡിയോ ഐസോടോപ്സ്. അതൊക്കെ നമ്മൾ ഇവിടെ പഠിച്ചു, ഫാർമസിക്ക് എന്ന് പറഞ്ഞില്ലേ. റേഡിയോ ഐസോടോപ്പുകൾ വളരെ അൺസ്റ്റേബിൾ ആയിട്ടുള്ള എന്താ പറയാ സബ്സ്റ്റൻസ് ആണ്. പക്ഷെ അത് ബ്രേക്ക് ഡൗൺ ആയിട്ട് റേഡിയേഷൻസിന് പുറത്തു വിട്ടുകൊണ്ടാണ് അത് കുറെ കൂടി സ്റ്റേബിൾ ആവുന്നത്. അപ്പൊ അത് പുറത്തു വിടുന്ന റേഡിയേഷൻസ് നമുക്ക് ഹാനികരമായിട്ടുള്ള റേഡിയേഷൻസ് ആണ്. അല്ലെ, റേഡിയേഷൻസ് ചിലത് ചികിത്സയ്ക്ക് ഉപയോഗിക്കും, പക്ഷെ അത് വളരെ പവർഫുൾ ആയിട്ടുള്ള റേഡിയേഷൻസ് ആയിരിക്കും. അല്ലെ, അപ്പൊ അത്തരത്തിലുള്ള റേഡിയോ ഐസോടോപ്സ്. അതുപോലെ ബയോഹസാർഡ്. ബയോഹസാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഡിസീസ് പ്രൊഡ്യൂസിങ് ആയിട്ടുള്ള എന്താ പറയാ സ്പെസിമെൻസ്. അല്ലെ, ബ്ലഡ്, പിന്നെ എന്താ പറയാ സ്പ്യൂട്ടം, സെറം, ഇതൊക്കെ എന്താണ്? ഈ പറയുന്ന ഇൻഫെക്റ്റഡ് ആണ്. അല്ലെ, അങ്ങനെയുള്ള ഡിസീസസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബയോഹസാർഡ്സ്. പിന്നെ എന്താ പറയാ ലേസറൊക്കെ നമ്മൾ ഈ പറയുന്ന മൈക്രോസ്കോപ്പി ലാബിന്റെ സ്പെക്ട്രോസ്കോപ്പിക് ടെസ്റ്റുകൾ അങ്ങനത്തേനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ലേസറുകളൊക്കെ. അപ്പോ ഇത്തരത്തിലുള്ള എന്താ പറയാ സബ്സ്റ്റൻസുകളൊക്കെ ഉപയോഗിക്കുന്ന ഭാഗങ്ങള് ലാബ് ഏരിയാസ് പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്തിരിക്കണം? ലേബൽ ചെയ്തിരിക്കണം, മാർക്ക് ചെയ്യണം. കാര്യം എന്താന്ന് വെച്ചാൽ അങ്ങനെയുള്ള ഏരിയകളിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ നമ്മുടേതായ എന്താണ് പേഴ്സണൽ പ്രൊട്ടക്ഷനും കൂടെ എന്താ പറയാ എടുത്തിട്ട് വേണം അത്തരം ഏരിയകളിലേക്ക് കടക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഏജൻസികളും ഇങ്ങനെയുള്ള കാർസിനോജൻ, റേഡിയോ ഐസോടോപ്പ്, ബയോഹസാർഡ്, ലേസറുകള് അത്തരത്തിലുള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്ന ലാബ് ഏരിയകള് പ്രോപ്പർ ആയിട്ട് മാർക്ക് ചെയ്തിരിക്കണം അല്ലെങ്കിൽ ലേബല് ചെയ്തിരിക്കണം. ദാറ്റ് മീൻസ് ഇത്
വിത്ത് ദ പ്രോപ്പർ വാർണിംഗ് സൈൻസ്. അവിടെ കറക്റ്റ് ആയിട്ടുള്ള വാർണിംഗ് സൈനുകള്, മുന്നറിയിപ്പ് സിമ്പലുകൾ അവിടെ ഉണ്ടായിരിക്കണം. അതൊക്കെ ഒരു നല്ല ലാബിന് വേണ്ട കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ അടുത്ത പോയിന്റ് എന്താണ്? ടു ഇഷ്യൂ ക്രോസ് കണ്ടാമിനേഷൻ ദ ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഷുഡ് ഹാവ് സെപ്പറേറ്റഡ് designated areas. Okay, for the reception, for specimen collection, for waiting, work area, disposal area, cleaning of glass vials, toilet facilities for the staff and for the patients. ഇഷ്യൂ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഒഴിവാക്കുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഇത് വെച്ചോട്ടോ. ടു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒഴിവാക്കലല്ല, ഒഴിവാക്കുക എന്ന് പറയാൻ പ്രിവെന്റ് ചെയ്യുക, അങ്ങനെയുള്ള അർത്ഥമുണ്ട് കേട്ടോ. ഒഴിവാക്കുക അല്ലെങ്കിൽ പ്രിവെന്റ് ചെയ്യുക. അപ്പൊ എന്ത് പ്രിവെന്റ് ചെയ്യാനാണ്? എന്ത് ഒഴിവാക്കാനാണ്? ക്രോസ് കണ്ടാമിനേഷൻ. ക്രോസ് കണ്ടാമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അണുവ്യാപനമാണ് കേട്ടോ. അണുവ്യാപനം അതായത് ഈ രോഗാണുക്കളുടെ വ്യാപനമാണ്. അറിയാലോ, ലാബിലേക്ക് കൊണ്ടുവരുന്ന ക്ലിനിക്കൽ സ്പെസിമെൻസ് എന്ന് പറഞ്ഞാൽ അത്രയും ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സ്പെസിമെൻസുകളായിരിക്കും അല്ലെ. അപ്പൊ അവിടെ എന്താണ്? മൈക്രോ ഓർഗാനിസംസിന്റെ പാത്തോജൻസിന്റെ ട്രാൻസ്മിഷന് സാധ്യതയുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള അണുവ്യാപനം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? പ്രിവെന്റ് ചെയ്യാനായിട്ട്, ഒഴിവാക്കാൻ, തടയുന്നതിനായിട്ട് എന്ത് ഉണ്ടായിരിക്കണം? The basic infrastructure facility should have separate designated areas. ഈ ലാബില് പ്രത്യേകമായിട്ട് സെപ്പറേറ്റ് ഏരിയകൾ ഉണ്ടാണ്. ഓരോ പർപ്പസിന്, ഓരോ ഫങ്ഷൻസ് ചെയ്യാനായിട്ട് സെപ്പറേറ്റ് ഏരിയകൾ ഉണ്ടായിരിക്കണം. എന്ത് പറഞ്ഞാല് സെപ്പറേറ്റ് ഡെസിഗ്നേറ്റഡ് ഏരിയസ് ഫോർ റിസപ്ഷൻ. റിസപ്ഷൻ ആയിട്ട് ഒരു പ്രത്യേക ഏരിയ ഉണ്ടായിരിക്കും. എല്ലാം ഒരുമിച്ചാണ് ഒരു ലാബിനകത്ത് അല്ലല്ലോ. റിസപ്ഷൻ ഏരിയ, ലാബിന്റെ ഒരു റിസപ്ഷൻ ഏരിയ പ്രത്യേകമായിട്ടുണ്ടായിരിക്കും അല്ലെ. അതുപോലെ ഫോർ സ്പെസിമെൻ കളക്ഷൻ, സ്പെസിമെൻസ് കളക്ട് ചെയ്യുന്നത് അതിന് വേറൊരു പ്രത്യേക ഏരിയ ഉണ്ടായിരിക്കും അല്ലെ. അതുപോലെ ഫോർ വെയിറ്റിംഗ്, ആളുകൾക്ക് റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക്, അല്ലെങ്കിൽ സ്പെസിമെൻ കൊടുക്കാനിരിക്കുന്ന ആളുകൾക്ക് വെയിറ്റിംഗ് ഏരിയ പ്രത്യേകം ഉണ്ടായിരിക്കും. വർക്ക് ഏരിയ ഉണ്ടായിരിക്കും. അതുപോലെ ഡിസ്പോസൽ ഏരിയ അല്ലെ, നമ്മൾ സ്പെസിമെൻസ് എടുത്തു കഴിഞ്ഞതിന് ശേഷം അതിൽ വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യാൻ പ്രത്യേക ഏരിയ ഉണ്ടായിരിക്കും. അതുപോലെ ക്ലീനിങ് ഓഫ് ഗ്ലാസ് വെയ്സ് മറ്റും ക്ലീൻ ചെയ്യാനായിട്ട് സെപ്പറേറ്റ് ഏരിയ. പിന്നെ എന്താണ്? ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഫോർ ദ സ്റ്റാഫ് ആൻഡ് ഫോർ പേഷ്യൻസ്. സ്റ്റാഫുകൾക്കും പേഷ്യൻസിനുമായിട്ട് പ്രത്യേകം ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഉണ്ടാവില്ലേ ഹോസ്പിറ്റലില്? എല്ലാവർക്കും ഒരുമിച്ചാണോ? അല്ല, സ്റ്റാഫുകൾക്ക് ഉപയോഗിക്കാനും പിന്നെ പേഷ്യൻസിനായിട്ട് സെപ്പറേറ്റ് ടോയ്ലറ്റ് ഫെസിലിറ്റികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത്തരം എല്ലാത്തിനും ഒരു ഡെസിഗ്നേറ്റഡ് ഏരിയാസ് ഇവിടെ ഉണ്ടായിരിക്കണം, ലാബിനകത്ത് ഉണ്ടായിരിക്കണം. എന്തിനാ അങ്ങനെ ഓരോ സെപ്പറേറ്റ് ഏരിയ വെക്കുന്നത്? ടു പ്രിവെന്റ് ദ ക്രോസ് കണ്ടാമിനേഷൻ. ഇത്തരത്തിലുള്ള അണുവ്യാപനങ്ങൾ തടയുന്നതിന് വേണ്ടിയിട്ടാണ് പ്രത്യേകം ഏരിയകൾ അതിനായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. പിന്നെ എന്താ പറയുന്നത്? ലാസ്റ്റ് പോയിന്റ് ഇതാണ്. സ്പെസിമെൻ ഓർ സാമ്പിൾ ഓർ സ്ലൈഡ് സ്റ്റോറേജ് ഫെസിലിറ്റി ഇൻക്ലൂഡിംഗ് കോൾഡ് സ്റ്റോറേജ് വെറെവർ ആപ്ലിക്കബിൾ. അതായത് കോൾഡ് സ്റ്റോറേജ് ഫെസിലിറ്റി ഉൾപ്പെടെ സ്പെസിമെൻസുകളെല്ലാം, സാമ്പിളുകൾ കളക്ട് ചെയ്യുന്നതിനായിട്ടുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കണം, ലാബിനകത്ത് ഉണ്ടായിരിക്കണം. ഇൻക്ലൂഡിംഗ് കോൾഡ് സ്റ്റോറേജ്. അപ്പൊ ചില സ്പെസിമെൻസ് കളക്ട് ചെയ്ത ഉടനെ ചിലപ്പോൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ടാവില്ല. ചിലപ്പോൾ 2-3 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് ടെസ്റ്റിംഗ് ചെയ്യുമ്പോൾ നമ്മൾ അത് കോൾഡ് സ്റ്റോറേജ് ഒക്കെ ആയിട്ട് സൂക്ഷിച്ചു വെക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള സൗകര്യങ്ങൾ ലാബിൽ ഉണ്ടായിരിക്കണം. പിന്നെ എന്താ പറയുന്നത്? ഓൺലി ഓതറൈസ്ഡ് പേഴ്സണൽ ഷുഡ് ഹാവ് ആൻ ആക്സസ് ടു ദ എക്സാമിനേഷൻ ഏരിയ, റെക്കോർഡഡ് കീപ്പിംഗ് ഏരിയാസ്. അതുപോലെ ലാബ് ടെസ്റ്റുകളും ഒക്കെ നടത്തുന്ന എക്സാമിനേഷൻ ഏരിയയിലോട്ടും റെക്കോർഡ് കീപ്പിംഗ് ഏരിയയിലോട്ടും ഓതറൈസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫുകൾക്ക് മാത്രമേ പ്രവേശിക്കാനായിട്ട് അനുവാദം ഉണ്ടാവുകയുള്ളൂ. എല്ലാവരെയും കയറ്റിവിടെ അവിടേക്ക് ഇല്ല. എക്സാമിനേഷൻ ഏരിയ എന്ന് പറയുമ്പോൾ അവിടേക്ക് ഓതറൈസ്ഡ് ആയിട്ടുള്ള വ്യക്തികളെ മാത്രമേ പ്രവേശിക്കാനായിട്ട് അനുവദിക്കൂ. ഇത്രയും നമ്മൾ പറഞ്ഞത് ഒരു നല്ല ലാബിന് ഉണ്ടാകേണ്ട സൗകര്യങ്ങളാണ്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? പോയിന്റുകൾ എളുപ്പമുള്ള പോയിന്റുകളാണ് കേട്ടോ. എല്ലാം മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ലെവൽസ് ഓഫ് ലബോറട്ടറീസ് ആണ് കേട്ടോ. ലബോറട്ടറിയുടെ മറ്റൊരു ഡിവിഷൻ ആണ് നമ്മൾ പഠിക്കുന്നത്. മെയിനായിട്ട് നമ്മൾ 2 ഡിവിഷൻസ് പറഞ്ഞു. തുടക്കം നമ്മൾ പറഞ്ഞു ഫങ്ഷണൽ ഡിവിഷൻസ് പറഞ്ഞു അല്ലെ. അതിന്റെ ബേസ് ചെയ്തിട്ട് 5 ആയിട്ടല്ലേ നമ്മൾ ഡിവൈഡ് ചെയ്തത്. ഇനി വേറൊരു ക്ലാസിഫിക്കേഷൻ, ദാറ്റ് മീൻസ് വേറൊരു ഡിവിഷൻ ആണ് ഇനി അടുത്തത് പഠിക്കുന്നത് കേട്ടോ. ലെവൽ ഓഫ് ലബോറട്ടറീസ്. Medical laboratories according to NABL are divided into 4 as below. അപ്പൊ നിങ്ങള് NABLന്റെ ഫുൾ ഫോം ഒന്ന് എഴുതി വെച്ചോട്ടോ. NABLന്റെ ഫുൾ ഫോം എഴുതി എടുത്തോളൂ. നാഷണൽ അക്രഡിറ്റേഷൻ, നാഷണൽ NATIONAL നാഷണൽ
accreditation, ACCREDITATAN ട്ടോ. accreditation ACCREDITATAN ട്ടോ. accreditation board for testing and calibration CALLIBRATION calibration laboratories. എഴുതിയെടുത്തോ ഫുൾ ഫോം? എന്നിട്ട് പറയാം നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലബോറട്ടറീസ്. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലബോറട്ടറീസ്. ഓക്കെ, അത് വന്നിട്ട് നമ്മുടെ ഇന്ത്യയിലെ ലാബുകൾക്ക് അംഗീകാരം കൊടുക്കുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് കേട്ടോ NABL എന്ന് പറയുന്നത്. അപ്പൊ ഈ NABL ലാബുകളെ 4 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതാണ് ഇത് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. അതും irrespective of the place they are operating and are equally applicable to both the public and private sector. അത് എവിടെ പ്രവർത്തിക്കുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ടല്ല, അത് പ്രൈവറ്റ് ലാബുകളായിക്കോട്ടെ പബ്ലിക് ലാബുകളായിക്കോട്ടെ ഏത് ലാബുകൾക്കും ഈ പറയുന്ന ഡിവിഷൻ അവിടെ അപ്ലിക്കബിൾ ആണ് കേട്ടോ. 4 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ സ്മോൾ സൈസ്ഡ്, മീഡിയം സൈസ്ഡ്, ലാർജ് സൈസ്ഡ്, വെരി ലാർജ് സൈസ്ഡ്, അങ്ങനെ 4 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അവിടെ നമ്മൾ എന്തിനെ ബേസ് ചെയ്തിട്ടാണ് നോക്കാം. ഫസ്റ്റ് വൺ സ്മോൾ സൈസ്ഡ്, നോട്ട് ചെയ്ത് വെക്കാൻ, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. സ്മോൾ സൈസ്ഡ് എന്താണ്? എ ലബോറട്ടറി ദാറ്റ് റിസീവ്സ് സാമ്പിൾസ് ഓഫ് അപ് ടു 100 അത് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. അപ് ടു 100 പേഷ്യൻസ് ഓർ പാർട്ടിസിപ്പൻസ് പെർ ഡേ ആണ് കേട്ടോ. പെർ ഡേ അതായത് ഒരു ദിവസത്തില് ഒരു 100 സാമ്പിളുകൾ, 100 പേഷ്യൻസിൽ നിന്നും സാമ്പിളുകൾ കളക്ട് ചെയ്യുന്ന ലാബുകളെയാണ് സ്മോൾ സൈസ്ഡ് ലാബ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട സാമ്പിളുകളുടെ എണ്ണം, പിന്നെ പ്രതിദിനം കണക്കാണ് പറയുന്നത്, പെർ ഡേ കണക്കാണ് കേട്ടോ. പെർ വീക്കോ പെർ മന്തോ പെർ ഇയറോ അല്ല അവിടെ പറയുന്നത്, പെർ ഡേ കണക്കാണ്. അതും നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. പെട്ടെന്ന് പെർ വീക്കെന്നോ പെർ മന്ത് എന്നൊക്കെ കാണുമ്പോൾ അത് പോയി മാർക്ക് ചെയ്തത്. പ്രതിദിനമാണ് കേട്ടോ, പ്രതിദിനം. അതായത് ഡെയിലി ഒരു 100 സാമ്പിളുകൾ, 100 പേഷ്യൻസിൽ നിന്നും പാർട്ടിസിപ്പൻസിൽ നിന്നും സാമ്പിളുകൾ കളക്ട് ചെയ്യുന്ന ലാബുകളെയാണ് സ്മോൾ സൈസ്ഡ് ലാബ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് മീഡിയം സൈസ്ഡ് ആണ് കേട്ടോ. മീഡിയം സൈസ്ഡ് എന്ന് പറയുമ്പോൾ എ ലബോറട്ടറി ദാറ്റ് റിസീവ്സ് ദ സാമ്പിൾസ് ഓഫ് അപ് ടു എത്ര തൊട്ടാണ്? 101 to 400. അണ്ടർലൈൻ ചെയ്ത് വെക്കണേ. 101 to 400 പേഷ്യൻസ് ഓർ പാർട്ടിസിപ്പൻസ് പെർ ഡേ. ദിവസത്തില് 101 മുതൽ 400 വരെ കേട്ടോ. അത്രയും പേഷ്യൻസിൽ നിന്നും സാമ്പിളുകൾ കളക്ട് ചെയ്യുന്ന ലാബുകളെ മീഡിയം സൈസ്ഡ് ലാബ് എന്നാണ് പറയുന്നത്. അടുത്തത് എന്താണ്? ലാർജ് സൈസ്ഡ് ആണ്. ലാർജ് സൈസ്ഡ് എന്ന് പറയുമ്പോൾ എ ലബോറട്ടറി ദാറ്റ് റിസീവ്സ് സാമ്പിൾസ് ഓഫ് മോർ ദാൻ 401 to 1000 പേഷ്യന്റ് ഓർ പാർട്ടിസിപ്പൻസ് പെർ ഡേ. 401 മുതൽ 1000 വരെ സാമ്പിളുകൾ കളക്ട് ചെയ്യുന്നതിന് ലാർജ് സൈസ്ഡ് എന്ന് പറയുന്നു. വെരി ലാർജ് സൈസ്ഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അപ്പോ ലബോറട്ടറി ദാറ്റ് റിസീവ്സ് മോർ ദാൻ 1000 പേഷ്യൻസ് ഓർ പാർട്ടിസിപ്പൻസ് പെർ ഡേ, ദാറ്റ് ഈസ് കോൾഡ് വെരി ലാർജ് സൈസ്ഡ്. അപ്പൊ നിങ്ങൾ എടുത്ത് ചോദിക്കും, സാമ്പിളുകളുടെ എണ്ണം തന്നിട്ട് ഏത് ടൈപ്പ് ലാബാണ്, സ്മോൾ സൈസ്ഡ് ആണോ അതോ മീഡിയം ആണോ ലാർജ് ആണോ വെരി ലാർജ് ആണോ എന്ന് ചോദിക്കുക. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. പെർ ഡേ ആണ് പിന്നെ സാമ്പിളുകളുടെ എണ്ണം. അത്രയായിട്ടാണ് NABL ലാബുകള് ഈ ഒരു രീതിയിലാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? മനസ്സിലായില്ലേ? ഓക്കെ അല്ലേ? അടുത്തത് കേട്ടോ മൾട്ടിപ്പിൾ ലൊക്കേഷൻ. അത് ഡിവിഷൻ അല്ല കേട്ടോ, അത് വേറൊരു കൺസെപ്റ്റ് ആയിട്ട് പറയുന്നതാണ്. മൾട്ടിപ്പിൾ ലൊക്കേഷൻ ആ പേര് കേൾക്കുമ്പോൾ മനസ്സിലാകാലോ. ഒരു ലാബിന്റെ തന്നെ ഒരുപാട് ഡിഫറെന്റ് ബ്രാഞ്ചസുകൾ പല സ്ഥലത്ത് തന്നെ ഉണ്ടായിരിക്കില്ലേ, അതിനെയാണ് മൾട്ടിപ്പിൾ ലൊക്കേഷൻ എന്ന് പറയുന്നത് കേട്ടോ. A laboratory having more than one location in the same district with the same legal identity. അതായത് നമ്മുടെ ഒരേ ഐഡന്റിറ്റിയോട് കൂടിയിട്ട് ഒരേ ഡിസ്ട്രിക്റ്റിൽ തന്നെ, ഒരു ജില്ലയിൽ തന്നെ ഒന്നിലധികം ലൊക്കേഷൻസില് ലാബുകൾ ഉണ്ടാവും അല്ലെ, അതിനെയാണ് മൾട്ടിപ്പിൾ ലൊക്കേഷൻ. ഇപ്പൊ നമ്മൾ നീതി ലാബുകൾ കണ്ടെങ്കിൽ, അതുപോലെ തന്നെ DDRC ലാബുകൾ ഇഷ്ടം പോലെ നമുക്ക് കാണാൻ പറ്റും, ഇഷ്ടം പോലെ ഉണ്ട്.
ADRCയുടെ ലാബുകൾ ഒരു ജില്ലയിൽ തന്നെ എടുക്കുകയാണെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഉണ്ടാവും അല്ലെ. ഓക്കെ, അപ്പൊ അതൊക്കെ എന്താണ് മൾട്ടിപ്പിൾ ലൊക്കേഷൻ, അതായത് ഒരേ ഐഡന്റിറ്റിയിൽ ഒരേ ജില്ലയിൽ തന്നെ ഒന്നിലധികം സ്ഥലങ്ങളിൽ ലാബുകൾ ഉണ്ടാവുക കേട്ടോ. അതാണ് മൾട്ടിപ്പിൾ ലൊക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് എക്യുപ്മെന്റുകളെ പറ്റിയിട്ടാണ്. ലാബിനകത്ത് നമുക്കറിയാം ധാരാളം ബയോ മെക്കാനിക്കൽ എക്യുപ്മെന്റ്സുകള്, ഇൻസ്ട്രുമെന്റുകള്, കെമിക്കൽ റിയേജന്റുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അതിന്റെ എക്യുപ്മെന്റ് സംബന്ധമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. നമുക്ക് ഈച്ച് ലബോറട്ടറി ഷുഡ് അറേഞ്ച് എ ലിസ്റ്റ് ഓഫ് എക്യുപ്മെന്റ് needed for the functioning of the laboratory depending on the kind of test performed. അതായത് ഓരോ ലാബുകളും അവിടെ ചെയ്യുന്ന ടെസ്റ്റുകൾക്ക് അനുസരിച്ചുകൊണ്ട് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ എല്ലാ ലാബിലും ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ അവിടെ എന്തൊക്കെ ടെസ്റ്റുകളാണോ നടത്തുന്നത് അതിനാവശ്യമായിട്ടുള്ള എല്ലാ എക്യുപ്മെന്റ്സുകളുടെ ഒരു ലിസ്റ്റ് തന്നെ എവിടെ തയ്യാറാക്കണം, ഒരു ലാബിനകത്ത് ഉണ്ടായിരിക്കണം അല്ലെ. നോക്കുക, എക്യുപ്മെന്റ് കൺസിസ്റ്റ് ഓഫ് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ഓഫ് ഇൻസ്ട്രുമെന്റ്സ്, മെഷറിംഗ് സിസ്റ്റംസ് ആൻഡ് ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റംസ്. അപ്പോ ഒരു കാര്യം മനസ്സിലാക്കുക, എക്യുപ്മെന്റ് എന്ന് പറയുമ്പോൾ ഹാർഡ്വെയർ ഇൻസ്ട്രുമെന്റ്സ് മാത്രമല്ല, നമുക്ക് ടച്ചബിൾ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് മാത്രമല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ടുള്ള സോഫ്റ്റ്വെയർ സംവിധാനങ്ങളുണ്ട് അല്ലെ. നമ്മുടെ ലാബിലെ ടെസ്റ്റുകൾക്കും ഒക്കെ ആയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്, ചില സോഫ്റ്റ്വെയർ സംവിധാനങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതും എന്തിന്റെ അകത്ത് പെടുന്നുണ്ട്, ഈ പറയുന്ന എക്യുപ്മെന്റ്സിന്റെ അകത്ത് ഉൾപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പൊ എക്യുപ്മെന്റ് എന്ന് പറയുമ്പോൾ വെറും ഹാർഡ്വെയർ ഓഫ് ഇൻസ്ട്രുമെന്റ്സ് മാത്രമല്ല, സോഫ്റ്റ്വെയർ സംവിധാനങ്ങളും അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്? ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, എക്യുപ്മെന്റ് ഷുഡ് ബി ചോസൺ to meet the requirements of the laboratory with regard to design and capacity. അതായത് ഓരോ ലാബുകൾക്കും അവരുടെ കപ്പാസിറ്റി അല്ലെങ്കിൽ അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ അല്ലെ, ഡിസൈൻ മീൻസ് അവരുടെ സൗകര്യങ്ങള്, അതിനനുസരിച്ച് കൊണ്ടുള്ള റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യുന്ന തരത്തിലുള്ള എക്യുപ്മെന്റ്സുകൾ എവിടെ ഉണ്ടായിരിക്കണം, ലാബിനകത്ത് ഉണ്ടായിരിക്കണം. ഓരോ ലാബിന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് അല്ലെ, അവർക്ക് എന്തൊക്കെ ഫെസിലിറ്റികൾ അവിടെ ഉള്ള അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ, അവർക്ക് നടത്തുന്ന ടെസ്റ്റുകള്, അവർക്ക് എത്രത്തോളം എക്യുപ്മെന്റ്സുകൾ അവിടെ ഒക്യുപ്പൈ ചെയ്യാൻ പറ്റും, അതിന്റെ കപ്പാസിറ്റി അല്ലെ, അതിനനുസരിച്ച് കൊണ്ട് ഉള്ള എക്യുപ്മെന്റ്സുകൾ വേണം അവിടെ സെലക്ട് ചെയ്യാനായിട്ട് അല്ലെ. ഓക്കെ, പിന്നെന്താണ്, all equipments should be qualified before it is taken for the clinical use. അതായത് ഓരോ എക്യുപ്മെന്റുകളും നമ്മൾ ക്ലിനിക്കൽ, അതായത് ഉപയോഗത്തിന് മുമ്പായിട്ട് എന്ത് ചെയ്തിരിക്കണം, ക്വാളിഫൈഡ് ആവണം എന്ന് വെച്ചാൽ പ്രോപ്പർലി ചെക്ക് ചെയ്തിരിക്കണം അല്ലെ. അവിടെയുള്ള ഓരോ എക്യുപ്മെന്റ്സുകളും നമ്മൾ എന്താണ് ഉപയോഗപ്പെടുത്തുന്നതിന് മുമ്പായിട്ട് പ്രോപ്പർ ചെക്കിങ് നടത്തിയിരിക്കണം, പ്രോപ്പർ ആയിട്ട് ചെക്കിങ് നടത്തിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും, എക്യുപ്മെന്റ്സുകളിൽ എന്തെങ്കിലും എറർ വന്നു കഴിഞ്ഞാൽ അത് ഇതിനെ ബാധിക്കും, ടെസ്റ്റിന്റെ റിസൾട്ടിനെ ബാധിക്കില്ലേ. ടെസ്റ്റുകളിൽ എറർ വരാൻ കാരണമാവില്ല, നമുക്ക് ആക്യുറേറ്റ് റിസൾട്ട് കിട്ടുമോ, ഇല്ല. അതുകൊണ്ട് ഓരോ ക്ലിനിക്കൽ യൂസിന് മുമ്പായിട്ട് എല്ലാ എക്യുപ്മെന്റ്സുകളും നിർബന്ധമായിട്ടും എന്ത് ചെയ്തിരിക്കണം, ക്വാളിഫൈഡ് മീൻസ് പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്തിരിക്കണം. ഓക്കെ, പിന്നെന്താ പറയുന്നത്, ഓൾ എക്യുപ്മെന്റ് ഷുഡ് ബി ഇൻ യൂസബിൾ കണ്ടീഷൻ അറ്റ് ഓൾ ടൈംസ്. അതുപോലെ എല്ലാ എക്യുപ്മെന്റ്സും എല്ലാ സമയത്തും ഉപയോഗപ്രദമായിട്ടുള്ള യൂസബിൾ കണ്ടീഷനിലുള്ള എക്യുപ്മെന്റ്സുകളാണ് ഇപ്പോൾ ഒരു ലാബിനകത്ത് ഉണ്ടായിരിക്കേണ്ടത്. യൂസബിൾ കണ്ടീഷൻ ഉള്ളത് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും എക്യുപ്മെന്റ്സുകൾ ഇപ്പൊ മെയിന്റനൻസ് നടത്തണം, എന്തെങ്കിലും റിപ്പയറിങ്ങോ മെയിന്റനൻസ് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സ് അവിടെ വെക്കരുത്. ഉടനെ തന്നെ എന്തിന് കൊടുക്കണം, മെയിന്റനൻസിന് കൊടുക്കണം, ഇത് റിപ്പയർ ചെയ്യണം അല്ലെ. എപ്പോഴും ഒരു ലാബ് എന്ന് പറയുമ്പോൾ അവിടെ എപ്പോഴും എന്താണ്, ഓൾ ടൈംസ് എല്ലാ സമയത്തും യൂസബിൾ കണ്ടീഷനുള്ള എക്യുപ്മെന്റ്സുകളാണ് എവിടെ ഉണ്ടായിരിക്കേണ്ടത്, ഒരു ലാബിനകത്ത് ഉണ്ടായിരിക്കേണ്ടത്. ഓക്കെ, പിന്നെ റെഗുലർ ഇൻസ്പെക്ഷൻ, ക്ലീനിങ് ആൻഡ് മെയിന്റനൻസ് ഓഫ് എക്യുപ്മെന്റ് ഷുഡ് ബി പെർഫോംഡ്. അതുപോലെ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, റെഗുലർ ആയിട്ടുള്ള ഇൻസ്പെക്ഷൻ, പതിവായിട്ട് പരിശോധനകൾ നടത്തുക, ക്ലീനിങ് ആൻഡ് മെയിന്റനൻസ് എല്ലാ എക്യുപ്മെന്റ്സും ക്ലീൻ ചെയ്യുക, കൃത്യമായിട്ടുള്ള മെയിന്റനൻസ് ഒക്കെ ഇന്നും നടത്തണം, റെഗുലർ ആയിട്ട് തന്നെ ചെയ്തിരിക്കണം. പിന്നെ വേറൊരു കാര്യം എന്താണ്, മെയിന്റനൻസ് പെർഫോംഡ് ആസ് പെർ ദ റെക്കമെൻഡേഷൻ ഓഫ് ദ മാനുഫാക്ചറർ ഓർ മോർ ആസ് റിക്വയർഡ്. അപ്പോ ഓരോ എക്യുപ്മെന്റ്സിന്റെ മെയിന്റനൻസ് അത് അവരുടെ മാനുഫാക്ചറർ നിർദ്ദേശിക്കുന്നതിനനുസരിച്ച് മെയിന്റനൻസ് പ്രവർത്തനങ്ങൾ നടത്തണം. ഓരോ എക്യുപ്മെന്റിനെ അത് വാങ്ങിക്കുന്ന സമയത്ത് തന്നെ മാനുഫാക്ചറർ പറയും അല്ലെ, ഇത്ര നാൾ കൂടുമ്പോൾ അതിന്റെ മെയിന്റനൻസ് കാര്യങ്ങൾ നോക്കണം, മെയിന്റനൻസ് നടത്തണം എന്നൊക്കെ ഉള്ളത് മാനുഫാക്ചറർ പറയുന്നുണ്ടോ. അപ്പൊ അവരുടെ റെക്കമെൻഡേഷൻസിന് അനുസരിച്ച് കൊണ്ട് എല്ലാ എന്താ പറയുക എക്യുപ്മെന്റ്സുകളുടെ മെയിന്റനൻസുകൾ നടത്തിയിരിക്കണം. ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്, വിത്ത് ഓവർ യൂസ് ഓർ ഏജിങ് ഓഫ് എക്യുപ്മെന്റ്. ഇപ്പൊ നമ്മൾ എക്യുപ്മെന്റ് ഓവർ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക അങ്ങനെ ഓവർ യൂസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എക്യുപ്മെന്റ്സിന് പല തീരുമാനങ്ങളും കാര്യങ്ങളും വരും,
സ്വാഭാവികമായിട്ടും അതിന്റെ ഫംഗ്ഷനിൽ ചില പ്രശ്നങ്ങളൊക്കെ വരും അല്ലെ. അപ്പൊ അതൊക്കെ കറക്റ്റ് ആയിട്ട് മെയിൻ്റനൻസ് നടത്തണമെങ്കിൽ മാത്രമേ പ്രോപ്പർ റിസൾട്ട് നമുക്ക് അതിന് കിട്ടുള്ളൂ കേട്ടോ. പിന്നെ എന്താണ്, ലബോറട്ടറീസ് ഷുഡ് മേക്ക് നീഡ്ഫുൾ ഇൻസ്ട്രക്ഷൻസ് for operation and maintenance of equipment in the form of SOP. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. SOP യുടെ ഫുൾ ഫോം പലതവണ ചോദിച്ചിട്ടുണ്ട്. SOP എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. എഴുതി വെക്കാട്ടോ. SOP യുടെ ഫുൾ ഫോം എന്താണ്? സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ, ഇതാണ് SOP എന്ന് പറഞ്ഞാൽ. അതായത് ഓരോ ലാബുകളിലും അവിടെ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സുകൾ ഉണ്ടല്ലോ, അത് എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നതിനെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ നമ്മൾ രേഖപ്പെടുത്തുന്നത് ഏത് ഫോമിലാണ്? SOP ഫോമിലാണ് കേട്ടോ. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. അതായത് ഓരോ എക്യുപ്മെന്റ് നമ്മളിപ്പോ യൂസർ മാനുവൽ ഒക്കെ പോലെ തന്നെയാണ് കേട്ടോ. ഓരോ എക്യുപ്മെന്റും എങ്ങനെ അത് ഉപയോഗപ്പെടുത്തണം, ഏത് രീതിയിലാണ് അതിനെ കൺട്രോൾ ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെ പ്രവർത്തിപ്പിക്കണം എന്നതിനെ പറ്റിയിട്ടുള്ള ഗൈഡ് ലൈൻസ്, മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നത് ഈ ഒരു SOP ഫോമിലാണ് കേട്ടോ. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എന്നാണ് അതിന് പറയാ. ആ ഒരു ഫോമിലാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതൊക്കെയാണ് പറയുന്നത് ലബോറട്ടറിയില് എല്ലാ നീഡ്ഫുൾ ഇൻസ്ട്രക്ഷൻസും എല്ലാവിധ നിർദ്ദേശങ്ങളും കൃത്യമായിട്ട് SOP ഫോമിൽ എന്ത് ചെയ്തിരിക്കണം? ഡോക്യുമെന്റ് ചെയ്തിരിക്കണം, രേഖപ്പെടുത്തിയിരിക്കണം. അതുകൂടാതെ എ കോപ്പി ഓഫ് ദ സെയിം ഷുഡ് ബി മെയ്ഡ് അവൈലബിൾ നിയർ ദ എക്യുപ്മെന്റ്. SOPയുടെ ഒരു കോപ്പി എവിടെ സൂക്ഷിക്കണം? എക്യുപ്മെന്റിന്റെ അടുത്ത് തന്നെ ഉണ്ടായിരിക്കണം. എ കോപ്പി ഓഫ് ദ സെയിം ഷുഡ് ബി മെയ്ഡ് അവൈലബിൾ നിയർ ദ എക്യുപ്മെന്റ്. ഓരോ എക്യുപ്മെന്റിന്റെ അടുത്തായിട്ട് തന്നെ അതിന്റെ ഒരു കോപ്പി വെക്കണം. ഓക്കെ, SOP ലാബിൽ സൂക്ഷിക്കണം. അതുകൂടാതെ അതിന്റെ ഒരു കോപ്പി ഓരോ എക്യുപ്മെന്റിന്റെ അടുത്ത് വെച്ചിരിക്കണം. കാരണം എക്യുപ്മെന്റ് യൂസ് ചെയ്യുന്നത് ഏത് മെഡിക്കൽ സ്റ്റാഫുകളാണോ അവർക്ക് എന്താ പറയാ അറിയാൻ വേണ്ടിയിട്ടാണ്, അതെങ്ങനെ ഉപയോഗിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ടാണ് ഓരോ എക്യുപ്മെന്റിന്റെ അടുത്തും അതിന്റെ ഒരു കോപ്പി സൂക്ഷിക്കുന്നത്. ഓൾ എക്യുപ്മെന്റ് ഷുഡ് അണ്ടർഗോ കാലിബറേഷൻ ആൻഡ് വെരിഫിക്കേഷൻ. അതുപോലെ എല്ലാ എക്യുപ്മെന്റ്സും നിർബന്ധമായിട്ടും കാലിബറേഷനും വെരിഫിക്കേഷനും വിധേയമാക്കിയിരിക്കണം. കാലിബറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കൃത്യത സ്ഥിരീകരിക്കുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. കാലിബറേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? കൃത്യത സ്ഥിരീകരിക്കാം. അപ്പൊ എല്ലാ എക്യുപ്മെന്റ്സുകളും കാലിബറേഷൻ അതുപോലെ വെരിഫിക്കേഷന് വിധേയമാക്കിയിരിക്കണം. പിന്നെ പറയുന്നത് മെയിൻ്റനൻസ് കോൺട്രാക്ട്സ് ഇൻക്ലൂഡിംഗ് വാറന്റി കാർഡ്സ്, ടെലിഫോൺ നമ്പേഴ്സ് ഓഫ് പേഴ്സണൽ നീഡ്സ് ടു ബി കോൺടാക്റ്റഡ് ഇൻ ദ ഇവന്റ് ഓഫ് എക്യുപ്മെന്റ് മാൽ ഫംഗ്ഷൻ ഷുഡ് ബി കെപ്റ്റ് സേഫ്ലി ബട്ട് വിത്തിൻ റീച്ച് ഫോർ ദ യൂസർ. അതുപോലെ തന്നെ നമ്മൾ ഈ ഓരോ എക്യുപ്മെന്റിന്റെ വാറന്റി കാർഡുകള്, പിന്നെ അതുപോലെ തന്നെ ഏതെങ്കിലും കാരണവശാൽ എക്യുപ്മെന്റ്സിന് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചു കഴിഞ്ഞാല് കോണ്ടാക്ട് ചെയ്യാനുള്ള സ്റ്റാഫുകളുടെ ടെലിഫോൺ നമ്പർ ഉൾപ്പെടെ എവിടെ സൂക്ഷിക്കണം? ഷുഡ് ബി കെപ്റ്റ് സേഫ്ലി. അതായത് വളരെ സേഫ് ആയിട്ട് നമ്മളത് എപ്പോഴും സൂക്ഷിച്ചു വെക്കണം. അതും ബട്ട് വിത്തിൻ റീച്ച് ഫോർ ദ യൂസർ. യൂസറിന് എപ്പോഴും റീച്ചബിൾ ആയിട്ടുള്ള സ്ഥലത്ത്, അവർക്ക് എപ്പോഴും എളുപ്പം ലഭ്യമാകുന്ന സ്ഥലത്ത് വേണം അത് കീപ്പ് ചെയ്യാൻ വേണ്ടിട്ട്. പറഞ്ഞ മനസ്സിലായോ? അതായത് എക്യുപ്മെന്റുകളുടെ വാറന്റി കാർഡുകളും എക്യുപ്മെന്റ് കേടുവന്ന് നമുക്ക് കോൺടാക്ട് ചെയ്യാനുള്ള വ്യക്തികളുടെ നമ്പറൊക്കെ, കോൺടാക്ട് നമ്പറൊക്കെ പ്രോപ്പർ ആയിട്ട് അവിടെ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെന്താണ്? യൂസർ മാനുവൽ ഷുഡ് ബി റെഡിലി അവൈലബിൾ ഫോർ ദ റെഫറൻസ്. അതുപോലെ നമ്മൾ റെഫറൻസിന് വേണ്ടിയിട്ട് എപ്പോഴും യൂസർ മാനുവല് എപ്പോഴും അവൈലബിൾ ആയിരിക്കണം, റെഡിലി അവൈലബിൾ ആയിരിക്കണം കേട്ടോ. കാരണം നമ്മളിപ്പോ വീട്ടിലെ ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് ഒക്കെ വാങ്ങുമ്പോൾ യൂസർ മാനുവൽ കിട്ടില്ല. അതുപോലെ യൂസർ മാനുവലുകൾ എപ്പോഴും എക്യുപ്മെന്റ്സിന്റെ കൂടെ ഉണ്ടായിരിക്കും. ഇത്രയൊക്കെയാണ് എക്യുപ്മെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ അറിയാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? അല്ലേ? ഇത്രയും നമ്മൾ കുറെ തിയറിറ്റിക്കൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇത്രയും നേരം പഠിച്ചത് അല്ലെ. ഇനി നമുക്ക് അതിന്റെ കുറച്ച് പ്രാക്ടിക്കൽ വശങ്ങളും കൂടെ ഒന്ന് മനസ്സിലാക്കാനുണ്ട് കേട്ടോ. ഒരു ലാബിനടുത്ത് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ആണ് ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ളത് കേട്ടോ. എന്ന് വെച്ചാൽ ഒരു ലാബിൽ നിന്ന് നമ്മൾ സ്പെസിമെൻസ് കളക്ട് ചെയ്യുന്നു, അത് ടെസ്റ്റിങ്ങിന് കൊടുക്കുന്നു, അതിന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നു അല്ലെ. അങ്ങനെയുള്ള അതിന്റെ ആ ഒരു എന്താ പറയുക പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ട ചില പോളിസികളും പ്രൊസീജിയറുകളും, ദാറ്റ് മീൻസ് ഒരു ലാബിന്റെ പ്രാക്ടിക്കൽ വശങ്ങളാണ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കാം പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. അതിനകത്ത് നമുക്ക് ഒരു നാല് കാര്യങ്ങളാണ് പഠിക്കാനായിട്ടുള്ളത്. ഒന്നാമത്തത് സാമ്പിൾ ലേബലിംഗ് ആൻഡ് ഡോക്യുമെന്റേഷൻ. സാമ്പിൾ ലേബലിംഗ് ആൻഡ് ഡോക്യുമെന്റേഷൻ. രണ്ടാമത്തത് റിക്വസിഷൻ ഫോം അഥവാ ടെസ്റ്റ് റിക്വസ്റ്റ് ഫോം. മൂന്നാമത്തത് സാമ്പിൾ ആക്സെപ്റ്റൻസ് ഓർ റിജക്ഷൻ. നാലാമത്തത്
ലബോറട്ടറി റെക്കോർഡ്. അപ്പൊ 4 കാര്യങ്ങളാണ്. എന്തൊക്കെയാണ്? ഒന്ന് സാമ്പിൾ ലേബലിംഗ് ആൻഡ് ഡോക്യുമെന്റേഷൻ, രണ്ടാമത്തത് റിക്വസിഷൻ ഫോം അഥവാ ടെസ്റ്റ് റിക്വസ്റ്റ് ഫോം, മൂന്നാമത്തത് സാമ്പിൾ ആക്സെപ്റ്റൻസ് ഓഫ് റിജക്ഷൻ, നാലാമത്തത് ലബോറട്ടറി റെക്കോർഡ്. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ വരുന്നത് സാമ്പിൾ ലേബലിംഗ് ആൻഡ് ഡോക്യുമെന്റേഷൻ. സാമ്പിളിന്റെ കൃത്യമായിട്ടുള്ള ലേബലിങ്ങും അതിന്റെ രേഖപ്പെടുത്തലുകളുമാണ് കേട്ടോ. എളുപ്പമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. നോക്കുക, സ്പെസിമെൻ ഷുഡ് ബി അറ്റാച്ച്ഡ് വിത്ത് അറ്റ്ലീസ്റ്റ് 2 യുണീക്ക് ഐഡന്റിഫയേഴ്സ്, എക്സാമ്പിൾ നെയിം, ഏജ്, എക്സെട്ര കേട്ടോ. നമ്മൾ ഓരോ സ്പെസിമെൻസും ലാബിനകത്ത് വരുമ്പോൾ നമ്മൾ ഏതെങ്കിലും 2 വ്യത്യസ്തങ്ങളായിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള ഐഡന്റിഫയേഴ്സ് വെച്ച് നമ്മൾ ആ സ്പെസിമെൻസ് അറ്റാച്ച് ചെയ്തിരിക്കണം. സ്പെസിമെൻസിലെ ലേബൽ എഴുതിയിരിക്കണം. ഏതെങ്കിലും 2 യുണീക്ക് ആയിട്ടുള്ള ഐഡന്റിഫയേഴ്സ് ആണ് അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നെയിം, ഏജ് അല്ലെ. അപ്പൊ നമ്മൾ സ്പെസിമെൻ കളക്ട് ചെയ്യുന്ന സ്പെസിമെൻ പേഷ്യന്റിന്റെ പേര്, അയാളുടെ വയസ്സ് അല്ലെ. അപ്പൊ നമ്മൾ എഴുതി വെക്കുമ്പോൾ എന്താണ് നമുക്ക് ആ സ്പെസിമെനിലെ ഒരു കൂടിയിട്ട് അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലെ. അതാണ് ലേബലിംഗ് ഉദ്ദേശിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം പറയുന്നത് സ്പെസിമെൻ ലേബലിംഗ് യൂസിങ് ബാർകോഡ്സ് ഈസ് എൻ ഓപ്ഷൻ ദാറ്റ് മേ ഡിക്രീസ് ദ എറർസ്. നമ്മൾ ഈ ബാർകോഡ് ഉപയോഗിച്ച് സ്പെസിമെൻസുകൾ ലേബൽ ചെയ്യുകയാണെങ്കിൽ അത് ഒരുപാട് എററുകൾ എന്താണ് ഡിക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കും. നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ സാധനങ്ങൾ വാങ്ങുമ്പോൾ ബാർകോഡ് അങ്ങനത്തെ ലേബലിംഗ് അല്ലേ, ബാർകോഡിംഗ് അങ്ങനെയല്ലേ വരുന്നത്, ആ രീതിയിലല്ലേ ലേബൽ ചെയ്യുന്നത്. അപ്പൊ എററുകൾ കുറയ്ക്കാനായിട്ട് സാധിക്കും. നമ്മൾ സ്പെസിമെൻ എടുത്ത് നമ്മൾ കൈകൊണ്ട് എഴുതുന്ന സമയത്ത് ചിലപ്പോൾ അത് മാഞ്ഞു പോകാനോ അല്ലെങ്കിൽ ചിലപ്പോൾ കൈക്ഷരം മനസ്സിലാവാനോ അങ്ങനെയൊക്കെ വരാനോ എറർ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം അതുപോലെ നമ്മള് ഒരേ പേരിൽ തന്നെ 2-3 പേഷ്യൻസ് ഒക്കെ വരുമ്പോൾ ചില ഇനീഷ്യലിൽ മാത്രമൊക്കെ വ്യത്യാസം ഉണ്ടാകും. അപ്പോഴൊക്കെ എറർ വരാനുള്ള ചാൻസ് കൂടുതലാണ് എഴുതുന്ന സമയത്ത്. അതേസമയം നമ്മൾ ബാർകോഡ് ഉപയോഗിച്ച് സ്പെസിമെൻസ് ലേബൽ ചെയ്യുകയാണെങ്കിൽ എറർ വരാനുള്ള ചാൻസ് വളരെയധികം കുറവാണ്. ഓക്കെ, പിന്നെന്താന്ന് വെച്ചാല് ലേബൽ മേ ഇൻക്ലൂഡ് ഫോളോയിങ് ഡീറ്റെയിൽസ് കേട്ടോ. ഒരു ലേബലിൽ ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്? ഒന്ന് വന്നിട്ട് പേഷ്യൻസ് നെയിം, ഏജ്, ജെൻഡർ അല്ലെ. പേഷ്യന്റിന്റെ പേര്, അയാളുടെ വയസ്സ്, അയാളുടെ ജെൻഡർ ഐഡന്റിറ്റി അതിനകത്ത് ഉണ്ടായിരിക്കണം. പേഷ്യന്റ് ID നമ്പർ അല്ലെ. ഒരു UHID കിട്ടില്ലേ പേഷ്യന്റിന്, ആ പേഷ്യന്റിന്റെ ID നമ്പർ ഉണ്ടായിരിക്കണം. ടെസ്റ്റ് റിക്വസ്റ്റ്, എന്തൊക്കെ ടെസ്റ്റുകളാണ് ആ ഒരു സ്പെസിമെനില് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്, ഏതൊക്കെ ടെസ്റ്റുകളാണ്? CBC ആണോ, അല്ലെങ്കിൽ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ആണോ, പൾമണറി ഫംഗ്ഷൻ, പൾമണറി വരുന്നതിനും ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള ഏതാണെന്ന് വെച്ചാൽ തൈറോയ്ഡ് ടെസ്റ്റ് ആണോ, ഏത് ടെസ്റ്റ് ആണ് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ അതും ആ ടെസ്റ്റിന്റെ പേരും കൂടെ അവിടെ എഴുതി വെക്കാം. പിന്നെ ടൈം ആൻഡ് ഡേറ്റ് ഓഫ് ദ സ്പെസിമെൻ കളക്ഷൻ, ആ ഒരു സ്പെസിമെൻ നമ്മൾ കളക്ട് ചെയ്ത ടൈം, ഡേറ്റ് ഇതൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്തിരിക്കണം? ലേബൽ ചെയ്ത് വെച്ചിരിക്കണം. ഓക്കെ, ഇതൊക്കെ അറിയാവുന്നതല്ലേ. അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ. സാമ്പിൾ ലേബലിംഗ് ആൻഡ് ഡോക്യുമെന്റേഷൻ 2 യുണീക്ക് ആയിട്ടുള്ള ഐഡന്റിഫയേഴ്സ് ഉപയോഗിച്ച് മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ എന്താ പറയാ, ബാർകോഡ് ഉപയോഗിച്ച് ലേബൽ ചെയ്യണമെങ്കിൽ കുറെ എററുകൾ കുറയ്ക്കാൻ പറ്റും. ഒരു ലേബലിംഗിനകത്ത് ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ. രണ്ടാമത്തത് റിക്വസിഷൻ ഫോം അഥവാ ടെസ്റ്റ് റിക്വസ്റ്റ് ഫോം ആണ്. എന്തായിരിക്കും റിക്വസിഷൻ ഫോം അഥവാ ടെസ്റ്റ് റിക്വസ്റ്റ് ഫോം? That means the requisition form should be finished by the doctor or a health worker. Underline ചെയ്തിരിക്കുക കേട്ടോ. അതായത് ഒരു ലാബിലേക്കുള്ള ടെസ്റ്റുകളുടെ റിക്വസിഷൻ ഫോം അതാരാണ് ഫിനിഷ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ പറയുന്നത് ഡോക്ടർ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഹെൽത്ത് വർക്കർ, അവരാണ് ആ ഒരു ടെസ്റ്റ് റിക്വസിഷൻ ഫോം എന്ത് ചെയ്യേണ്ടത്? കംപ്ലീറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഫിനിഷ് ചെയ്യേണ്ടത് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. അപ്പൊ ടെസ്റ്റ് റിക്വസിഷൻ ഫോം ദാറ്റ് ഷുഡ് ബി ഫിനിഷ്ഡ് ഓർ കംപ്ലീറ്റഡ് ബൈ ആരാണ്? ഡോക്ടർ ഓർ ഹെൽത്ത് വർക്കർ അല്ലെ. അല്ലെങ്കിൽ ഡോക്ടർ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഹെൽത്ത് വർക്കർ ആരാണോ അവരാണ് ടെസ്റ്റ് റിക്വസിഷൻ ഫോം കംപ്ലീറ്റ് ചെയ്യേണ്ടത്. എന്തൊക്കെയാണ്? റിക്വസ്റ്റിംഗ് ദ ടെസ്റ്റ് ആൻഡ് സെൻഡ് ടുഗദർ വിത്ത് ദ സ്പെസിമെൻ ഓർ പേഷ്യന്റ് ടു ദ ലബോറട്ടറി. അപ്പൊ അവര് ടെസ്റ്റുകൾക്ക് റിക്വസിഷൻ കൊടുത്തുകൊണ്ട് ഒന്നെങ്കിൽ സ്പെസിമെൻ ആയിട്ടോ അല്ലെങ്കിൽ പേഷ്യന്റിനെ എവിടേക്ക് അയക്കുകയാണ്? ലാബിലോട്ട് അയക്കുന്നു. ഒരു ഡോക്ടറിനെ അയക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശ പ്രകാരം പേഷ്യന്റിനെ എന്ത് ചെയ്യാണ്? ലാബിലേക്ക് അയക്കുന്നു അല്ലെ, സ്പെസിമെൻ കളക്ഷന് വേണ്ടിയിട്ട്. ഇനി അടുത്തത് പേഷ്യൻസ് ഐഡന്റിറ്റി, ഏജ്, ലൊക്കേഷൻ, date and time of specimen collection, investigations requested and source of the sample should also be included. അതായത് ഒരു ടെസ്റ്റ് റിക്വസിഷൻ ഫോമിനകത്ത് ഉൾപ്പെടുത്തുക. നമ്മളിപ്പോ നേരത്തെ പറഞ്ഞില്ലേ ലേബലിംഗിനകത്ത് എന്തൊക്കെ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞില്ലേ, എന്നതുപോലെ ഒരു ടെസ്റ്റ് റിക്വസിഷൻ ഫോമിന് എന്തൊക്കെ കാര്യങ്ങളാണ് രേഖപ്പെടുത്തേണ്ടത്? പേഷ്യന്റിന്റെ ഐഡന്റിറ്റി, പേഷ്യന്റിന്റെ പേര്,
അവരുടെ ഐഡന്റിറ്റി, അവരുടെ ഏജ്, പിന്നെ അവരുടെ ലൊക്കേഷൻ, അവരുടെ സ്ഥലം എവിടെയാണ്, ഡേറ്റ് ആൻഡ് ടൈം ഓഫ് സ്പെസിമെൻ കളക്ഷൻ, നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ കേട്ടോ. സ്പെസിമെൻ കളക്ട് ചെയ്യുന്ന ടൈം, ഡേറ്റ്, പിന്നെ ഇൻവെസ്റ്റിഗേഷൻ, ദാറ്റ് മീൻസ് ടെസ്റ്റ് റിക്വസ്റ്റ്, എന്തൊക്കെ ടെസ്റ്റുകളാണ് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ സോഴ്സ് ഓഫ് സാമ്പിൾ, നമ്മൾ ആ ടെസ്റ്റിന് വേണ്ടിയിട്ട് എന്ത് സോഴ്സ് ആണ് അവിടെ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ കൾച്ചർ ആൻഡ് ഹിസ്റ്റോപാത്തോളജി. ഇപ്പൊ ഒരു കൾച്ചർ ചെയ്യാനായിട്ട് നമുക്ക് യൂറിൻ കൊടുക്കാം, അല്ലെങ്കിൽ യൂറിൻ കൾച്ചറിന്റെ ബ്ലഡ് കൾച്ചർ ചെയ്യാനുണ്ട്. അപ്പൊ കൾച്ചറിന് വേണ്ടി ഏത് സാമ്പിൾ ആണ് എടുക്കുന്നത്, ബ്ലഡ് ആണോ എടുക്കുന്നത്, അത് യൂറിൻ ആണോ എടുക്കുന്നത്, അത് അവിടെ സ്പെസിഫൈ ചെയ്യണം. ഹിസ്റ്റോപാത്തോളജി എന്ന് പറയുമ്പോൾ ഏത് സ്പെസിമെൻ ആയിരിക്കും എടുക്കുന്നുണ്ടാവുക, ടിഷ്യൂസ് ആയിരിക്കും എടുക്കുന്നുണ്ടാവും അല്ലെ. അപ്പൊ ആ ടിഷ്യൂസ് എവിടെ നിന്നാണ്, ഏത് ഭാഗത്തു നിന്നാണ് കളക്ട് ചെയ്തിരിക്കുക, ആ ഒരു കാര്യം, ആ സോഴ്സ് ഓഫ് സ്പെസിമെൻ എന്നുള്ളത് കൃത്യമായിട്ട് അവിടെ എന്ത് ചെയ്തിരിക്കണം, സ്പെസിഫൈ ചെയ്തിരിക്കണം കേട്ടോ. ശരിക്കും ഇതിൽ പറയാത്തൊരു കാര്യം കൂടി ഉണ്ട്, ഡോക്ടറുടെ പേരും കൂടെ എഴുതുന്നു കേട്ടോ. അപ്പൊ ഡോക്ടർ റിക്വസ്റ്റ് ചെയ്തിട്ടാണല്ലോ ഒരു പേഷ്യന്റിന് ടെസ്റ്റിന് വേണ്ടി അയക്കുന്നത്. അപ്പൊ ആ ഡോക്ടറുടെ പേര് കൂടെ, ആ കൺസൾട്ടന്റ് പാത്തോളജിസ്റ്റിന്റെ പേരും കൂടെ അവിടെ ഉൾപ്പെടുത്തണം കേട്ടോ റിക്വസിഷൻ ഫോമിനകത്ത്. വേറൊന്നുമില്ല, ഇത്രയും മതി കേട്ടോ. ഓക്കെ, നമ്മള് പഠിച്ച കാര്യങ്ങളൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഹൈറാർക്കി പഠിച്ചു, പിന്നെ ഒരു ഫെസിലിറ്റി എന്തിനൊക്കെ ഡയറക്റ്റ് ആയിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട്, പിന്നെ ഒരു ലാബ്, നല്ല ലാബിന് വേണ്ട സൗകര്യങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ നമ്മൾ NABL ബേസ് ചെയ്തുകൊണ്ടുള്ള ലാബിന്റെ ക്ലാസിഫിക്കേഷൻ, ഡിവിഷൻ 4ആയിട്ട് സ്പെസിമെന്റെ എണ്ണത്തിനനുസരിച്ചാണ് അത് ഡിവിഷൻ വരുന്നത് കേട്ടോ. പിന്നെ എക്യുപ്മെന്റുകളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ ലാബിന്റെ ഒരു പ്രാക്ടിക്കൽ സൈഡാണ്, അതിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പോളിസി ആൻഡ് പ്രൊസീജിയർ. അതിനകത്ത് 1 സാമ്പിൾ ലാബിലേക്ക് 2 ടെസ്റ്റ് കേട്ടോ. ഇത്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അൺമ്യൂട്ട് ചെയ്യാൻ കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. മാം, റിക്വസ്റ്റേഷൻ എന്ന് വെച്ചാൽ ഈ ലാബ് ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് സൗമ്യ? അത് മാഡം NABL ഫുൾ ഫോം ഒന്നുകൂടി പറയോ? സൗണ്ട് കുറവാണ്. ഹലോ, മെസ്സേജ് ചെയ്യാമോ? മെസ്സേജ് ചെയ്യാം മാഡം. ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യോ, സൗണ്ട് NABL ഫുൾ ഫോം അല്ലേ? നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ്, നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ്, accreditation board for testing and calibration laboratories. Calibration, CALIBRATAL, calibration laboratories. MLT അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻ ഹൈറാർക്കി തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് MLT ഡേന, മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ. MT എന്ന് പറയുമ്പോൾ മെഡിക്കൽ ടെക്നോളജിസ്റ്റ് ആണ് കേട്ടോ. അത് തന്നെയാണ് MLS എന്ന് പറയുന്നത്, മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റ് അഥവാ മെഡിക്കൽ ടെക്നോളജിസ്റ്റ്. ഈ റിക്വസ്റ്റേഷൻ സാമ്പിളും തമ്മിലുള്ള വ്യത്യാസം ഓക്കെ, അപ്പൊ വേറെ ഡൗട്ട്സുകളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈകിട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.